കഥ തുടരുന്നു. മേരി പ്രീത വന്നുപോയതിൻ്റെ പിറ്റേന്ന് തന്നെ രത്നമേഖലയ്ക്ക് മറ്റൊരു അപരിചിതനെയും വീട്ടിനുള്ളിലേക്ക് ക്ഷണിക്കേണ്ടി വന്നു. മണിയടി കേട്ട് വാതിൽ തുറന്നതും ഇത് തന്നെയല്ലേ വിപിനൻ്റെ വീടെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാരനെ കണ്ട് അവൾ അമ്പരന്നു. അതേന്ന് തലയാട്ടി. വിപിനില്ല എന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്ക് അയാൾ ചാടിക്കയറി സംസാരിച്ചു തുടങ്ങി. താങ്ക് ഗോഡ്, അവൻ വീട്ടിന് നമ്പറൊന്നും പറഞ്ഞു തന്നില്ല. കണ്ടുപിടിക്കാമെന്നുള്ള കോൺഫിഡൻസിൽ ഞാനൊട്ട് ചോദിച്ചതുമില്ല. പക്ഷേ ഇത് ഭീകരം. നമ്മുടെ റെയിൽവേയെ തൊഴണം. സമയത്ത് വണ്ടി ഓടിക്കുന്നതിൽ പരാജയമാണെങ്കിലും ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിൽ അവർ വൻ വിജയമാണല്ലോ. 1.5 മണിക്കൂറായി ഞാൻ ഈ രാവണൻ കോട്ട പോലുള്ള കോളനിയിൽ ചുറ്റിത്തിരിയുന്നു. എല്ലാ വളവുകളും തിരിവുകളും ഒരുപോലെ, വീടുകളിൽ വളർത്തുന്ന പൂച്ചെടികൾ പോലും ഒരുപോലെ. നിങ്ങളെങ്ങനെയാണ് പുറത്തു പോയാൽ കൃത്യമായി ഇവിടെ തന്നെ തിരിച്ചെത്തുന്നത് എന്നാണ് എൻ്റെ സംശയം. അയാൾ പറയുന്നതിനിടയിൽ തന്നെ ഷൂസ് ഊരുന്നുണ്ടായിരുന്നു. അകത്തേക്ക് കയറാനുള്ള ശ്രമമായിരിക്കുമെന്നറിഞ്ഞ് രത്നമേഖല ഭീതിയോടെ വാതിൽ പകുതി ചാരി ആരാണെന്ന് ചോദിച്ചു. തലപ്പൊക്കിയ അയാൾ അവളുടെ അമ്പരപ്പ് കണ്ട് പൊട്ടിച്ചിരിച്ചു. ഇതാണോ മഹത്തായ ആഷ്ടഭാരത കുലസ്ത്രീ ധർമ്മം? അതിഥി ദേവോ ഭവ എന്ന് കേട്ടിട്ടില്ലേ? നിങ്ങൾ പവിത്രയായ കുലനാരിയാണെന്ന് എനിക്കറിയാം. എന്നിട്ട് അതിഥിയുടെ മുൻപിൽ വാതിൽ കൊട്ടിയിറക്കാൻ നോക്കുന്നു. പോയി പതിദേവനെ വിളിച്ചുകൊണ്ട് വരൂ. രത്നമേഖല കൂടുതൽ അമ്പരന്നു. അയാളുടെ പ്രസരിപ്പുള്ള ഭാവവും തമാശ കലർന്ന ഭാഷയുമൊക്കെ അവൾക്ക് തികച്ചും അപരിചിതമായിരുന്നു. എത്രയോ കാലമായി അവൾ ഇത്തരം ചിരിക്കുന്ന മനുഷ്യരെ കണ്ടിട്ട്. വിപിനൻ ഡ്യൂട്ടിക്ക് പോയിരിക്കുകയാണ്, ഇവിടെ ഇല്ല. ആവട്ടെ, അവന് അവൻ്റെ ഓവർ ടൈമുകളും ജീവിക്കാൻ മറന്നു പോകുന്ന പുരുഷൻ. നിങ്ങളുടെ പേര് സത്യത്തിൽ എനിക്കറിയില്ല. അറിയില്ല എന്നല്ല, ഓർമ്മയില്ല എന്ന് തന്നെ പറയണം. നിങ്ങളുടെ കല്യാണ ദിവസങ്ങളിൽ ഞാനത് കേട്ടിട്ടുണ്ടാവണം. എനിക്ക് വിപിനെ കാണണമെന്നില്ല. കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ അവനെ കണ്ടിരുന്നു. അവൻ്റെ അമ്മ വിനോദിനി എൻ്റെ ചെറിയമ്മയാണ്. അവരെ കാണാനാണ് ഞാൻ വന്നത്. രത്നമേഖല എന്നിട്ടും വാതിൽ തുറക്കാൻ മടിച്ചു. അറിയാത്തവരെ അകത്ത് കയറ്റുന്നത് വിപിനെ ഇഷ്ടമല്ല. അമ്മയ്ക്ക് 2 ചേച്ചിമാരുണ്ടെന്നറിയാം, പക്ഷേ അവരുടെ മക്കളെക്കുറിച്ചൊന്നും രത്നമേഖലയ്ക്ക് അറിയില്ല. അവളുടെ സംശയം കലർന്ന മുഖം കണ്ട് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു. നിങ്ങൾ സംശയിക്കേണ്ട, ഞാൻ അജയൻ, ചെറിയമ്മയുടെ ഏറ്റവും മൂത്ത ചേച്ചി വിശാലതയുടെ മകനാണ്. എന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഞാനൊരു സഞ്ചാരിയാണ്. അതുമല്ല, കല്യാണം പോലുള്ള കുടുംബ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ മെനക്കെടാറുമില്ല. കുറേ വർഷങ്ങൾ കൂടി നാട്ടിൽ വന്നപ്പോൾ വിനോദിനി ചെറിയമ്മയെ കാണണമെന്ന് തോന്നി. രത്നമേഖല ആ പേര് കേട്ടതായി ഓർക്കുന്നില്ല. വിശാലത വല്യമ്മയെ അവൾക്കറിയാം. കല്യാണം കഴിഞ്ഞ് അവൾക്കരികിലിരുന്നാണ് അവൾ വിപിൻ്റെ വീട്ടിലേക്ക് വന്നത്. അവളുടെ കൈത്തണ്ടയിലെ വളകളിൽ തലോടിക്കൊണ്ട്, നല്ല പണിത്തരം, ഈ വളകളൊക്കെ എവിടുന്നാ ഇത്ര കനം കുറിച്ച് ഉണ്ടാക്കുന്നത് എങ്ങനെയാണാവോ എന്നവർ ചോദിച്ചിരുന്നു. അതിൽ കൗതുകമല്ലാതെ പരിഹാസമുണ്ടായിരുന്നെന്ന് രത്നമേഖലയ്ക്ക് തോന്നിയിരുന്നില്ല. അത്രയും മമതയോടാണ് അവരത് പറഞ്ഞത്. വീട്ടിലും ഹോസ്പിറ്റലിലുമൊക്കെയായി പിന്നെയും അവരോട് ബന്ധപ്പെട്ട കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളുണ്ട്. പക്ഷേ അതൊക്കെ രത്നമേഖല മറന്നിരിക്കുന്നു. അവരെ കണ്ടിട്ടും വർഷങ്ങളായി. കിടപ്പിലായ അനിയത്തിയെ അന്വേഷിച്ച് എത്രയോ കാലമായി അവരാരും വന്നിട്ടില്ല. എന്നിട്ട് അവിടെ നിന്ന് ഒരാൾ. അവൾ വാതിൽ മുഴുവനായി തുറന്നു കൊടുത്തു. അജയൻ അകത്ത് കയറി. എത്ര ചെറിയ മുറികൾ! നേരം വണ്ണം കാറ്റും വെളിച്ചവും പോലും കയറാത്തത് പോലുണ്ട്. ഇതിനുള്ളിൽ ഒരു കിടപ്പ് രോഗിയും. അകത്ത് കയറിയതും അജയൻ ആദ്യം പറഞ്ഞത് അതായിരുന്നു. രത്നമേഖലയ്ക്ക് മുഷിപ്പ് തോന്നി. എന്തിനാണ് അയാളെ ഒരു തരത്തിലും ബാധിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പരാതി പറയുന്നത്? ചെറിയമ്മയെ കാണാൻ വന്നതാണെങ്കിൽ വേഗം കണ്ടിട്ട് പോവുക. വിപിനുള്ളപ്പോഴാണ് വന്നതെങ്കിൽ രത്നമേഖലയ്ക്ക് മുൻഭാഗത്തേക്ക് വരിക പോലും വേണ്ടായിരുന്നു. ഈ സന്ദർശനത്തിൻ്റെ പേരിൽ ഇനി താൻ എന്തൊക്കെ അനുഭവിക്കാനിരിക്കുന്നു? അമ്മ അകത്താണ്. അവൾ ഉൾമുറിയിലേക്ക് കയച്ചുകൊണ്ടി. അജയൻ തല അല്പം കുനിച്ചിട്ടാണ് വാതിൽപ്പടി താണ്ടിയത്. നിവർന്ന് നടന്നാലും തല മുട്ടുകയൊന്നുമില്ല എന്ന് രത്നമേഖല ഉള്ളിൽ പിറുപിറുത്തു. നിങ്ങളും വരൂ, എന്നെയൊന്ന് പരിചയപ്പെടുത്തൂ. അജയൻ തിരിഞ്ഞു നോക്കി അവളോട് പറഞ്ഞു. എൻ്റെ ചെറിയമ്മയാണ്, പക്ഷേ ഇപ്പോൾ ബ്രെയിൻ ഡാമേജ് ആണല്ലോ. നിത്യം കാണുന്ന മുഖങ്ങളെ അവർക്ക് തിരിച്ചറിയാനുണ്ടാവൂ. പരിചയമില്ലാത്തയാളെ കാണുന്നത് അവരെ അസ്വസ്ഥയാക്കും, ഭയപ്പെടുത്തും. അമ്മ കുളിയൊക്കെ കഴിഞ്ഞ് ഉറങ്ങുകയാണെന്ന് രത്നമേഖല പറഞ്ഞില്ല. അവളും ആ മുറിക്കുള്ളിലേക്ക് ചെന്ന് ലൈറ്റ് തെളിയിച്ചു. അജയൻ ആദ്യം തന്നെ കിളിവാതിലുകൾ പോലെയുള്ള ചെറിയ ജാലകങ്ങൾ തുറക്കുകയാണ് ചെയ്തത്. വെയിൽ അമ്മയുടെ കിടക്കയിലും ദേഹത്തും വീണു. കണ്ടോ, ഇവർ വിളറി വെളുത്തു പോയിരിക്കുന്നു. ഒട്ടും ഹെൽത്തി അല്ലാത്ത സ്കിൻ. വെയിൽ കൊള്ളാത്തതിൻ്റെതാണ്. 10 വർഷമായി കിടപ്പിലായ ഒരാളുടെ സ്കിൻ ഹെൽത്തി ആവുന്നതിന് പരിധിയുണ്ടെന്ന് പറയാൻ ശ്രമിച്ചില്ല രത്നമേഖല. ഇയാൾ പറയുന്നത് കേട്ടാൽ അമ്മയെ നിത്യവും വെയിൽ കായാൻ പുറത്തു കൊണ്ടുപോവാത്തത് വലിയ കുറ്റമായി തോന്നും. നിങ്ങൾക്കവരെ വീൽ ചെയറിലിരുത്തി പുറത്ത് കൊണ്ടുപോവായിരുന്നു. അറ്റ്ലീസ്റ്റ് ഈ ജനാലകളൊക്കെ നിത്യവും തുറന്നിട്ടുകൂടെ? പാവം, ഇവരിങ്ങനെ കിടക്കയിൽ പുറം കാഴ്ചകളില്ലാതെ നിവർന്ന് കിടക്കട്ടെ എന്ന് കരുതിയല്ലോ. വിപിന് ബോധമില്ല. പക്ഷേ നിങ്ങളൊരു നേഴ്സല്ലേ? രത്നമേഖല മറുപടി പറഞ്ഞില്ല. അജയൻ്റെ മുഖഭാവം സൗമ്യമായിരുന്നെങ്കിലും അയാളുടെ ശബ്ദവും ചലനങ്ങളും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റോ ഇൻസ്പെക്ഷന് വന്ന ആളുടേതുപോലെ ഉണ്ടായിരുന്നു.
മഴക്കാലത്തിൻ്റെ തുടക്കത്തിൽ അത്തരം ആളുകൾ കോളനിയിൽ വരാറുണ്ട്. പരുക്കൻ സംസാരവും ദേഷ്യഭാവവുമായി അവർ വന്ന് ചുറ്റുപാടും വെള്ളം കെട്ടി നിർത്തരുത്, പ്ലാസ്റ്റിക് കവറുകൾ കത്തിക്കരുത്, ചിരട്ടകൾ തൊടിയിൽ വലിച്ചെറിയരുത് എന്നൊക്കെ ഉപദേശിച്ചിട്ട് പോകും. എല്ലായിടത്തും ഒരേ വാക്കുകൾ ആവർത്തിക്കുന്നതുകൊണ്ടാവാം അവരുടെ മുഖത്ത് ഇത്രയും നീരസവും മടുപ്പുമെന്ന് രത്നമേഖല ഓർക്കും. അവളോ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യേണ്ടവളായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരിക്കലും ഈ രീതിയിൽ അവൾ സംസാരിക്കാനിടയില്ല. ചെറിയ കുറേ നേരം ഉറങ്ങുമോ? എനിക്കധികം സമയമില്ല, കണ്ട് സംസാരിച്ച് പോകണമെന്നുണ്ട്. ഇവർക്ക് എന്നെ ഇഷ്ടമായിരുന്നു. അക്കാലത്ത് വിപിനെ കുറിച്ചെങ്കിലും അടുപ്പമുണ്ടായിരുന്നത് എന്നോടായിരുന്നു. അതുകൊണ്ടാവാം അവൻ എന്നെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലേ. രത്നമേഖല അപ്പോഴും മിണ്ടാതെ ഏതർത്ഥവും എടുക്കാവുന്ന തരത്തിൽ തലയാട്ടിയതേയുള്ളൂ. നിങ്ങളുടെ സഹോദരൻ സ്വന്തം ഭൂതകാലവുമായി ബന്ധപ്പെട്ട ഒന്നിനെക്കുറിച്ചും സംസാരിച്ചിട്ടില്ലെന്ന് അവൾ മനസ്സിൽ മാത്രം പറഞ്ഞു. അമ്മ എന്നെ വളരെ കഷ്ടപ്പെട്ടാണ് വളർത്തിയതെന്ന് കൂടെ പറഞ്ഞിട്ടുണ്ട്. അമ്മ എന്തോ തന്നിഷ്ടത്തിന് ചെയ്തതിൻ്റെ പേരിലാണ് അച്ഛൻ ഉപേക്ഷിച്ചതെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് പറയുമ്പോൾ അച്ഛൻ്റെ ഭാഗത്താണ് ശരിയെന്ന ഭാവമായിരുന്നു വിപിനുണ്ടായിരുന്നതെന്നറിഞ്ഞ് രത്നമേഖല അമ്പരന്നിട്ടുമുണ്ട്. ഇതൊക്കെയല്ലാതെ സ്വന്തം ജീവിതത്തിലെ മനുഷ്യരെയൊന്നും വിപിനൻ കാണിച്ചു തരികയോ അവരെക്കുറിച്ച് സംസാരിക്കുകയോ ഉണ്ടായിട്ടില്ല. ആരൊക്കെയോ പരസ്പരം ചേർത്ത് വെച്ച 2 ഗുഡ്സ് കമ്പാർട്ട്മെൻറ്റുകളാണ് തങ്ങൾ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് വഴികളില്ല. രണ്ടിനുള്ളിലും പൊടിയടിഞ്ഞ ചാക്കുകെട്ടുകൾ അടുക്കിയിരിക്കുന്നു. ഒരു ചരക്ക് ലോറിയും അത് തേടിയെത്തുന്നില്ല. മാഡം, ചെറിയമ്മയുടെ ഉറക്കം ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? എത്ര നേരം ഉറങ്ങുമെന്ന് പറയാനാവില്ല. കുറച്ച് ദിവസമായിട്ട് എല്ലാം ഇത്തിരി താളം തെറ്റിയിട്ടാണ്. മുമ്പാണെങ്കിൽ നിങ്ങൾ കോളിംഗ് ബെല്ല് അടിച്ച നിമിഷം അമ്മ ഉറക്കം ഞെട്ടേണ്ടതാണ്. അടുത്തൊരാൾ വന്നതും ജനല തുറന്നതും ഒന്നും അറിയാത്ത പോലെയുള്ള ഈ കിടപ്പ് കുറച്ച് അൺയൂഷ്വലാണ്. എനിക്കും മനസ്സിലാവുന്നില്ല. അജയൻ്റെ മുഖം ഇരുളുന്നത് രത്നമേഖല കണ്ടു. അമ്മയുടെ മാറ്റങ്ങൾ അവളെയും അമ്പരിപ്പിക്കുന്നുണ്ട്. കണ്ണടച്ച് കിടക്കുമ്പോൾ പോലും ഉള്ളിൽ അവർ ഉണർന്നിരിക്കുന്നതും തൻ്റെ ചലനങ്ങൾ ഒപ്പിയെടുക്കുന്നതും എത്രയോ വട്ടം അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. സന്ദർശകരുടെ നേരങ്ങളിൽ അതീവ ജാഗ്രതയായിരിക്കും അവർക്ക്. പക്ഷേ അജയൻ തൊട്ടടുത്ത് നിന്നിട്ടും ഇത്രയും ഉദാസീനമായി ഉറങ്ങിക്കിടക്കുന്നത് എന്തുകൊണ്ടാവും? ശരിക്കും അവർ തളർന്നിരിക്കുമോ? 10 വർഷങ്ങൾ തനിക്കെതിരെ ഉപജാപങ്ങൾ നടത്താൻ വേണ്ടി മാത്രം ജാഗ്രതയായിരുന്ന അവർക്കിപ്പോൾ ഇനി തന്നെ ഭയപ്പെടേണ്ടതില്ല എന്ന വിശ്വാസം വന്നുകൊണ്ടായിരിക്കുമോ അത്? രത്നമേഖലയുടെ തലയ്ക്കുള്ളിൽ പലവിധ ചിന്തകൾ പുകഞ്ഞു. ഹലോ, എന്താണ് ആലോചന? നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ചെറിയമ്മ ഉണരുമോ എന്ന് നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ ആയിക്കോളൂ, എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പ്രയാസമില്ല. അജയൻ്റെ വാക്കുകൾ തൊട്ടടുത്ത് നിന്നായിരുന്നു. രത്നമേഖല ഒന്ന് ഞെട്ടി. പിന്നെ അയാൾക്കിരിക്കാൻ കസേര വലിച്ചിട്ട് കൊടുത്തു. ഒറ്റയ്ക്കിരിക്കട്ടെ. എന്തായാലും ഈ മുറിയിൽ യാന്ത്രികമായ ഉപജാപങ്ങൾ കാട്ടി അയാൾക്കൊപ്പം നിൽക്കാൻ വയ്യ. ജോലികളുണ്ടെന്ന് ഭാവിച്ച് പുറത്തേക്ക് പോകാം. പക്ഷേ അവളുടെ പ്രതീക്ഷകൾ തെറ്റിച്ച് അജയൻ ചുറ്റും അതൃപ്തിയോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല. ഇതൊരു രോഗിണിയുടെ കിടപ്പറയാണ്. അവരുറങ്ങിക്കിടക്കുമ്പോൾ സമ്മതമില്ലാതെ അവരെയും നോക്കിയിരിക്കുന്നത് ശരിയല്ല. അപ്പുറത്തെ മുറിയിലിരിക്കാം. അവിടെ TV ഉണ്ടല്ലോ. രത്നമേഖല പിന്നെയും കുടുക്കിലായി. TV കേടായിട്ട് കാലങ്ങൾ എത്രയായി കാണും. പണ്ടെപ്പോഴും അതിനെക്കുറിച്ച് വിപിനോട് പറഞ്ഞിരുന്നു. അയാൾ TV കാണാതിരിക്കാൻ വയ്യേ എന്നോ മറ്റോ കയർത്തതോടെ അവൾ അത് മറന്നു കളഞ്ഞു. പത്രവും വാങ്ങുന്ന പതിവില്ല. പുറം ലോകത്ത് നടക്കുന്നത് എന്തൊക്കെയാണെന്നതിനെപ്പറ്റി താനത്ര അജ്ഞയാണെന്ന് അവൾക്ക് ചിലപ്പോൾ ലജ്ജ തോന്നും. മറ്റു ചിലപ്പോൾ എന്തിനാണെന്നതൊക്കെ അറിയുന്നതെന്ന് ഉദാസീനയുമാവും. പക്ഷേ ഇപ്പോൾ ഇയാളോട് TV ഇല്ലെന്ന് പറഞ്ഞേ മതിയാവൂ. TV ഇല്ല, വായിക്കാനൊരു കഷ്ണം പോലുമില്ല. വിപിനൻ എപ്പോഴും ജോലി തിരക്കിലും. നിങ്ങളെങ്ങനെയാണിവിടെ ഒറ്റയ്ക്ക് സമയം തള്ളി നിൽക്കുന്നതെന്ന് എനിക്ക് അത്ഭുതമുണ്ട്. അജയനോട് തനിക്ക് ഈ വീട്ടിൽ ഇഷ്ടംപോലെ ജോലിയുള്ളത് കൊണ്ട് സമയം തികയാത്ത പ്രശ്നമേ ഉള്ളൂ എന്ന് രത്നമേഖല പിറുപിറുത്തു. അയാൾ പരിഹാസത്തോടെ ചിരിച്ചു. ഓക്കെ, ഞാനത് വിശ്വസിക്കുന്നു. പക്ഷേ ഇന്ന് നിങ്ങൾ എനിക്ക് കുറച്ചു നേരം കമ്പനി തന്നേ മതിയാവൂ. എനിക്ക് ഒച്ചകളില്ലാതെ ഒറ്റയ്ക്കിരിക്കാൻ പ്രയാസമാണ്. ഫോൺ നോക്കിയിരിക്കാമെന്ന് വെച്ചാൽ ഇതിനുള്ളിൽ നെറ്റും കിട്ടുന്നില്ല. എന്തായാലും ആദ്യം കുറച്ച് ചായ തരൂ. മുറിക്ക് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ ആ ചെറിയ മുറിയിലെ നല്ലൊരു ഭാഗം അപഹരിച്ച് താഴെയും മുകളിലെ തട്ടുകളിലുമൊക്കെയായി നിരന്നിരിക്കുന്ന ദൈവങ്ങളുടെ ചിത്രങ്ങൾ അജയൻ്റെ ശ്രദ്ധ ആകർഷിച്ചു. എൻ്റെ അമ്മയ്ക്കുമുണ്ട് ഇതുപോലൊരു പ്രദർശനശാല. കിട്ടുന്നിടത്തു നിന്നെല്ലാം ഫോട്ടോകളും പ്രതിമകളും കൊണ്ടുവന്ന് കൂട്ടിവെക്കും. പോയ അമ്പലങ്ങളിൽ നിന്ന് കിട്ടുന്ന പൂക്കളും ചന്ദനവും ഡംപ് ചെയ്യാനുള്ള സ്ഥലം. ഒരു അഭിരുചിയുമില്ലാതെ ഒരുക്കിയിരിക്കുന്ന പ്രാകൃതമായ ഒരിടം. അവർ പിന്നെ പ്രായമായ സ്ത്രീ. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് കഷ്ടം. അയാളുടെ വിമർശനം അവളെ നോവിച്ചു. വന്ന് കയറിയത് മുതൽ അയാൾ തന്നെ കുറ്റപ്പെടുത്തുകയാണ്. വിപിനൻ്റെ ഏട്ടൻ തന്നെ ഇയാൾ, സംശയിക്കാനില്ല. ഈ വീട്ടിൽ ഒന്നും തൻ്റേതായില്ല എന്നും ഒരിക്കലും ഒന്നിലും തൊടാതെയും പിടിക്കാതെയും ഒരു കസേരയോ പാത്രമോ പോലും സ്ഥാനചലനം വരുത്താൻ അനുമതിയില്ലാതെ ഇതിനുള്ളിലൂടെ നടക്കാനേ തനിക്ക് പറ്റൂ എന്നൊന്നും രത്നമേഖല പറഞ്ഞില്ല. അമ്മയുടേതാണ്. അമ്മയ്ക്ക് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വിപിനൻ അതൊന്നും മാറ്റാത്തതാണ്. കൊള്ളാം. പ്രാർത്ഥിക്കാൻ എന്തിനാണ് ഇത്രയും ചിത്രങ്ങൾ? 4-5 അമ്പലങ്ങൾക്കുള്ള പ്രതിഷ്ഠ ഈ കൊച്ചുമുറിക്കുള്ളിൽ. ഇതൊക്കെ എടുത്തു മാറ്റൂ. ഏറ്റവും ഭംഗിയുള്ള, അല്ലെങ്കിൽ ഇഷ്ടമുള്ള, വിശ്വാസമുള്ള ഒന്ന് മാത്രം സൂക്ഷിക്കൂ. പുറത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ?
ഈ ദൈവങ്ങളൊക്കെ നമ്മളെപ്പോലെ ഉണ്ടുമുറുങ്ങിയും ജീവിച്ചിരുന്നവരായിരിക്കുന്നു. അവർ ജനിച്ച സ്ഥലവും ജനന തീയതിയുമൊക്കെ അറിയുന്നവരാണ് ഇപ്പോഴുള്ളവർ. വൈകാതെ ഇത്തരം ഭാവനാത്മക ചിത്രങ്ങൾക്ക് പകരം ദൈവങ്ങളുടെ ഒറിജിനൽ ഫോട്ടോകൾ തന്നെ വന്നുകൂടായികയില്ല. പുതിയ തരം ക്യാമറകളിലെടുത്തത് BC 4-ാം നൂറ്റാണ്ടിലേതെന്നും AD 1-ാം നൂറ്റാണ്ടേതിലെന്നുമൊക്കെ പറഞ്ഞ് അത് പ്രചരിപ്പിക്കപ്പെടും. ആളുകൾ വിശ്വസിക്കുകയും ചെയ്യും. ഞാനത് പ്രതീക്ഷിക്കുന്നുണ്ട്. അജയൻ മുൻവശത്തെ മുറിയിലിരുന്നു. രത്നമേഖല അയാൾക്ക് വേണ്ടി കട്ടൻ ചായയിൽ നാരങ്ങ നീരൊഴിച്ച് സുലൈമാനി തയ്യാറാക്കി. അയാളത് നന്ദിയോടെ സ്വീകരിച്ചു. രുചികരമാണെന്ന് മര്യാദ പറഞ്ഞു. നിങ്ങളും കുറച്ചു നേരം ഇരിക്കൂ എന്ന് അവളെ ക്ഷണിച്ചു. അവൾ പക്ഷേ ഇരുന്നില്ല. അജയൻ ചായക്കപ്പ് തിരികെ കൊടുത്തുകൊണ്ട് അവളോട് പേര് ചോദിച്ചു. നല്ല പേര്, നിങ്ങൾക്ക് ചേരുന്നത്. രത്നമേഖലയ്ക്ക് അയാൾ തന്നെ പരിഹസിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. അവൾക്ക് കലശലായ ദേഷ്യവും വന്നു. അജയൻ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. നിങ്ങളെ എനിക്ക് പേര് വിളിക്കാമല്ലോ, രത്ന. എപ്പോഴും ചിരിക്കുന്ന ഒരു സെൻ ഗുരുവിൻ്റെ കഥയുണ്ട്. എങ്ങനെ എല്ലായ്പ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കാൻ കഴിയുമെന്ന് ആളുകൾ സംശയം ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് സന്തോഷം ഒരു തിരഞ്ഞെടുപ്പാണെന്നാണ്. ജീവിതത്തിൽ ദുരിതങ്ങളും അടിക്കടി ഉണ്ടാവാതെയല്ല, പക്ഷേ ഞാൻ ചിരി തിരഞ്ഞെടുത്തു എന്നാണ് ആ ഗുരു പറയുന്നത്. ഞാൻ വന്നിട്ട് അരമണിക്കൂറിലധികമായി. നിങ്ങളെനിക്ക് വാതിൽ തുറന്നു തന്നു, ചായ തന്നു, പക്ഷേ ഇതുവരെ എനിക്കൊരു ചിരി തന്നിട്ടില്ല. രത്നമേഖല അയാൾ തന്നെ അതിശയത്തോടെ നോക്കി. നമ്മൾ ചിരിക്കുമ്പോൾ അത് കാണുന്നവരിലേക്കും സന്തോഷം പങ്കുവയ്ക്കപ്പെടുകയാണ്. സങ്കടങ്ങൾക്കിടയിലും ചിരിക്കാൻ തീരുമാനിച്ചാൽ നമുക്കുള്ളിലും ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവുന്നു. നമ്മളിൽ എന്താണോ ഉള്ളത് അത് തന്നെയാണ് നമ്മൾ മറ്റുള്ളവരിലും കാണുക എന്നല്ലേ പറയുന്നത്. ഞാനൊരു ബോറനാണെന്നും ശല്യമാണെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളും അതുതന്നെയാണെന്നാണ് രത്ന. അജയൻ പൊട്ടിച്ചിരിച്ചു. രത്നമേഖലയ്ക്കും ചിരിക്കാതിരിക്കാനായില്ല. താങ്ക് ഗോഡ്, അവസാനം ആ ചിരി കിട്ടി. അത് മനോഹരവുമാണ്. ഇതുപോലെ ചിരിക്കുന്ന ഒരു ഭാര്യ ഉണ്ടായിട്ടും വിമനൻ ഇങ്ങനെ ദുർമുഖനായി പോയതെന്തെന്ന് ഞാൻ അതിശയിക്കുന്നു. നിങ്ങൾ അവൻ്റെ മുന്നിൽ ഇങ്ങനെ ചിരിക്കാറില്ലെന്ന് തോന്നുന്നു, ശരിയല്ലേ? നിങ്ങളുടെ സഹോദരന് ഞാൻ ചിരിക്കുന്നത് ഇഷ്ടമല്ലെന്നാണ് തോന്നിയിട്ടുള്ളത്. ചിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും മൂപ്പർ ബോധപൂർവം തന്നെ വിലക്കാറുണ്ട്. അജയനുമായി സംഭാഷണത്തിന് ആഗ്രഹമില്ലാഞ്ഞിട്ടും രത്നമേഖല പറഞ്ഞു പോയി. അയാളോട് ആദ്യം തോന്നിയ അകൽച്ച അലിഞ്ഞു പോകുന്നത് പോലെ അവൾക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് ചരിത്രമായിരുന്നു. കുറച്ചൊക്കെ ഗവേഷണങ്ങൾ നടത്തിയതും അതിലാണ്. ജോലി ചെയ്യുന്നതും അത്തരമൊരു ഫീൽഡിലാണ്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് ഒരു ചരിത്ര പുസ്തകമാണ് ഓർമ്മ വന്നത്. പഴയകാല സഞ്ചാരികളുടെ യാത്രാക്കുറിപ്പുകൾ സമാഹരിച്ച പുസ്തകമായിരുന്നു അത്. ഞാനും ഒരു ചരിത്ര പുസ്തകം പോലെ പഴക്കം മണക്കുന്നവളാണ് എന്ന് തോന്നുമായിരിക്കും, അല്ലേ? എനിക്കും അതേപോലെ തോന്നാറുണ്ട്. ഏതോ പഴയ കാലത്ത് നിന്ന് എണീറ്റ് വന്നവളാണെന്ന്, വൈകാതെ പൊടിഞ്ഞു തീർന്നു വീഴുമെന്ന്. നിങ്ങൾ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ രത്ന. വിപിനെ പോലെയല്ല. ഭാഗ്യം. നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് പഴക്കവും തുരുമ്പെടുക്കലും ഒന്നുമല്ല തോന്നിയത്. നിങ്ങൾ അടിമുടി പുതുമയുള്ളവളാണ്, നോക്കിലും വാക്കിലും ചിരിയിലുമൊക്കെ. അങ്ങനെയല്ല എന്ന് നിങ്ങൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. കാഴ്ചക്കാരാണല്ലോ അത് തീരുമാനിക്കേണ്ടത്. ഞാൻ ഓർത്തത് 15-ാം നൂറ്റാണ്ടിലെ ഒരു സഞ്ചാരിയുടെ കുറിപ്പിലെ വരികളാണ്. ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ കൊതിക്കുകയും ആ പര്യടനത്തിനിടയിൽ ഇന്ത്യയിലെത്തുകയും ചെയ്ത നിക്കോളോ കോണ്ടി. 25 വർഷം അദ്ദേഹം തുടർച്ചയായി സഞ്ചരിക്കുകയായിരുന്നത്രേ. എല്ലാ കെട്ടുപാടുകളിൽ നിന്നും മുക്തനായി ഇഷ്ടമുള്ളിടത്തേക്ക് എല്ലാം ഇങ്ങനെ അലയുക. എന്തൊരു വൈൽഡായ ഡ്രീം. എന്നെ ഈ പഴയകാല സഞ്ചാരികളൊക്കെ വല്ലാതെ അസൂയപ്പെടുത്തും. ഇന്ത്യയിൽ വന്നപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്ന വിചിത്രമായ ആചാരം അദ്ദേഹത്തെ അമ്പരിപ്പിച്ചു. നമ്മൾ സദ്യ എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുള്ള അതേ കാര്യം തന്നെ. അതിനെക്കുറിച്ച് വിശദമായി അദ്ദേഹം എഴുതി. അത്യാഡംബരപൂർവ്വമാണത്രേ ഈ ചടങ്ങ്. പുരോഹിതന്മാരും മന്ത്രങ്ങളും കാഴ്ചക്കാരും ഒക്കെയായിട്ട് ഭർത്താവിൻ്റെ ചിതയിൽ ചാടി മരിക്കുന്നത് അന്തസ്സായി അഭിമാനമായി സ്ത്രീകൾ കരുതുന്നുവെന്നാണ് എല്ലാവരും പറയുക. എല്ലാവരും എന്ന് വെച്ചാൽ ബന്ധുക്കളും പുരോഹിതന്മാരുമൊക്കെ. അല്ലാതെ ആ സ്ത്രീകളോട് നിക്കോളോയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. പട്ടുവസ്ത്രങ്ങളും ആഭരണങ്ങളും അണിഞ്ഞ് ചിതയ്ക്കരികിലെത്തി അവർ മരണത്തെ പുണരുന്നു. ഇഷ്ടത്തോടെയാവില്ല, പക്ഷേ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എല്ലാവരും പരിഹസിക്കും. നിങ്ങളെ ആദ്യം കണ്ടപ്പോഴേ ഏതോ ചിതയ്ക്കരികിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. അമർത്തിയ ഒരു നിലവിളി വെച്ച എൻ്റെ കാതിൽ വന്നലച്ചു എന്നുകൂടി ഞാൻ പറഞ്ഞാൽ അതിശയോക്തിയായി നിങ്ങൾക്ക് തോന്നാം. പക്ഷെ സത്യമാണ്. ആ നിലവിളിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഞാൻ എന്തൊക്കെയോ പറയുകയായിരുന്നു. നിങ്ങൾ ആ ചിതയിലേക്ക് ഇപ്പോൾ ചാടുമെന്ന തോന്നൽ ഒഴിവാക്കാനാണ് ഞാൻ അത്രയും ഇറിറ്റേറ്റിംഗ് ആയി സംസാരിച്ചു കൊണ്ടിരുന്നത്. ചിതയ്ക്കരികിലല്ല, ചിതയ്ക്കകത്ത് തന്നെയാണ് താനെന്ന് മനസ്സിലോർത്തുകൊണ്ട് രത്നമേഖല പറഞ്ഞു. ഞാൻ ചരിത്രമൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ ആ കുറിപ്പുകളിൽ ഇതും കൂടി പറഞ്ഞിട്ടുണ്ടാവും. ഏതെങ്കിലും സ്ത്രീ ചിതയിൽ ചാടി മരിക്കാൻ തയ്യാറില്ലെങ്കിൽ തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ അവളെ ബലമായി അതിനുള്ളിലേക്ക് വലിച്ചെറിയുമെന്നും എഴുന്നേൽക്കുമ്പോഴൊക്കെ അറ്റം കൂർത്ത കമ്പുകൾ കൊണ്ട് തീയിലേക്ക് തന്നെ കുത്തി വീഴ്ത്തുമെന്നും. ശരിയല്ലേ? ശരിയാണ്. രക്ഷപ്പെടാൻ അനുവദിക്കില്ലായിരുന്നു. പക്ഷേ സതി നിരോധിച്ചിട്ട് വർഷങ്ങളായിരിക്കുന്നു. പുതിയ കാലത്ത് ഇത്തരം സ്ത്രീത്വം പരിഹാസ്യമാണ്. പ്രത്യേകിച്ച് രക്ഷപ്പെടാനൊരു ശ്രമവും നടത്താതെയുള്ള കത്തിത്തീരൽ. അജയൻ കടുത്ത ശബ്ദത്തിലാണ് പറഞ്ഞത്. രത്നമേഖലയ്ക്ക് മുറിഞ്ഞു.
ഉള്ളിൽ എവിടെയൊക്കെയോ ചോരയൊലിച്ചു. സതിയെ നിരോധിച്ചിട്ടുള്ളൂ. അതുപോലുള്ള ആചാരങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടല്ലോ. അണിയിച്ചൊരുക്കി ആഡംബരത്തോടെ വിവാഹ പന്തലിലേക്ക് ഇറക്കുന്നത് പോലും ഒരു ഹിംസയല്ലേ? അവിടെയും അഗ്നികുണ്ഡവും മന്ത്രോച്ചാരണങ്ങളും കാണികളും ഒക്കെയുണ്ട്. പൊള്ളാൻ തുടങ്ങുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണെന്ന വ്യത്യാസമുണ്ട്. പുറത്തു ചാടാൻ പറ്റില്ല. കല്ലും കമ്പുമൊക്കെ ഇട്ട് അതിലേക്ക് തന്നെ കുത്തി വീഴ്ത്താൻ നാട്ടുകാരും വീട്ടുകാരും കണ്ണുമിഴിച്ച് ചുറ്റുമുണ്ട്. കൊള്ളാം രത്ന, ഇത്തരം വാദങ്ങൾ വെറും എസ്കേപ്പിസമാണ്. സ്വന്തം ഹൃദയത്തിൻ്റെ വഴി പായൽ പിടിച്ചത് കാണാതെ അന്യൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇരുളടഞ്ഞതാണെന്ന് പരാതിപ്പെടുന്നതിനെപ്പറ്റി ഏതോ കവിത വായിച്ച ഓർമ്മ. സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുകയേ ചെയ്യാതെ മറ്റുള്ളവരെ പഴിക്കുന്നു. അജയൻ്റെ വാദങ്ങളോട് രത്നയ്ക്ക് സഹതാപം തോന്നി. കെട്ടുപാടുകളില്ലാത്ത സഞ്ചാരിയാവുകയെന്ന വന്യമായ സ്വപ്നവുമായി അലയുന്ന ഒരു പുരുഷന് തന്നെപ്പോലൊരു സ്ത്രീയുടെ ജീവിതത്തെ ശരിക്ക് കാണാനോ അതിന് വിലയിടാനോ സാധിക്കുകയില്ല. ഇയാളുടെ കുറ്റപ്പെടുത്തലൊക്കെ ഉപരിപ്ലവമാണ്. തൊലിപ്പുറം മാത്രം കാണുന്നവർക്ക് ഇങ്ങനെയൊക്കെ പറയാം. ചരിത്ര പുസ്തകങ്ങളിൽ പഴയകാലത്തെ ശിക്ഷാരീതികളെക്കുറിച്ച് പറയുന്നില്ലേ? ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അതൊന്നും പഠിച്ചയാളല്ല. ഒരു പാത്രത്തിനുള്ളിലേക്ക് കുറേ നാണയങ്ങളിടും. എന്നിട്ട് അതിൽ എണ്ണയും നെയ്യും തുല്യ അളവിലൊഴിച്ച് തിളപ്പിക്കുന്നു. തിള വരുമ്പോൾ അപ്പോൾ വിരിഞ്ഞ ഒരു റോസാപ്പൂവ് അതിനുള്ളിലിടും. പൂവ് കറുത്തു കരിവാളിക്കുന്നതാണ് പാകമായതിൻ്റെ ലക്ഷണം. തെറ്റ് ചെയ്തുവെന്ന് ശിക്ഷിക്കപ്പെട്ട അയാൾ ഈ പാത്രത്തിൽ കൈയിട്ട് നാണയങ്ങൾ വാരിയെടുക്കണം. കൈ പൊള്ളിയില്ലെങ്കിൽ അയാൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നതിന് തെളിവായി. കൈ പൊള്ളാതിരിക്കുമോ? ആരെങ്കിലും ഈ രീതിയിൽ നിരപരാധിത്വം തെളിയിച്ചിട്ടുണ്ടോ എന്ന് സംശയം എപ്പോഴുമുണ്ട്. ചരിത്രം പഠിച്ചയാൾക്ക് പറഞ്ഞു തരാൻ പറ്റില്ലേ? ഉണ്ടെങ്കിൽ നമ്മൾ പഠിച്ച സയൻസൊക്കെ അർത്ഥമില്ലാത്തതല്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അധികം സ്ത്രീകൾക്കും കല്യാണം എന്ന് വെച്ചാൽ ഈ തിളച്ച എണ്ണയിൽ കൈയിട്ട് നാണയം വാരലാണ്. കൈ പുറത്തെടുത്താൽ പൊള്ളിയടർന്നത് എല്ലാവരും കണ്ടു പിടിക്കുന്നു ഉള്ളതുകൊണ്ട് ഒരിക്കലും അവരത് പുറത്തെടുക്കുന്നില്ല. പകരം സദാ പൊള്ളിക്കൊണ്ടിരിക്കും. രത്നമേഖലയുടെ വാക്കുകൾ കൗതുകത്തോടെ ശ്രദ്ധിക്കുകയായിരുന്നു അജയൻ. ശുചീന്ദ്ര കൈമുക്കുമായി ബന്ധപ്പെട്ട രേഖകൾ പഠിക്കുന്ന കാലത്ത് ഒരു സുഹൃത്തിൻ്റെ പ്രൊജക്റ്റിന് വേണ്ടി പരിശോധിച്ചിട്ടുണ്ട്. അതിൽ പരീക്ഷയ്ക്ക് ശേഷം ആരെങ്കിലും കുറ്റവിമുക്തരാക്കപ്പെട്ടതിനെപ്പറ്റി പരാമർശമുണ്ടായിരുന്നോ എന്ന് ഓർമ്മിക്കുന്നില്ല. ഉണ്ടെങ്കിൽ ശരിയാം വിധം കൈമുക്കം നടന്നിട്ടില്ലെന്നേ അതിനർത്ഥമുള്ളൂ. എങ്കിലും തൻ്റെ മുന്നിൽ വീറോടെ സംസാരിക്കുന്ന ഈ പെൺകുട്ടിയെ കൂടുതൽ പ്രകോപിപ്പിക്കണമെന്ന് അജയന് കുസൃതി തോന്നി. ഇല്ല രത്ന, അങ്ങനെ തീർപ്പുകളിലെത്തരുത്. തിളച്ച നെയ്യിൽ മുക്കി വെച്ചിരിക്കുന്ന കൈകൾ പുറത്തെടുക്കൂ. അത് പൊള്ളിയടർന്നിട്ടില്ലെങ്കിലോ? എന്തിന് അനാവശ്യമായി വേദന സഹിക്കണം? തീ സ്ത്രീകളെ എങ്ങനെ തൊടാറില്ല? സീതാദേവിയൊക്കെ അഗ്നിസ്നാനം ചെയ്ത് പരിശുദ്ധി തെളിച്ച സ്ത്രീയല്ലേ? സ്വാഹയുടെ കഥ കേട്ടിട്ടില്ലേ? അഗ്നിയെ കാമിച്ച് 6 തവണ സപ്തർഷിമാരുടെ ഭാര്യമാരിൽ 6 പേരുടെയും രൂപം ധരിച്ചുപോയി അഗ്നിയിൽ അലിഞ്ഞു. അഗ്നിക്ക് സ്വാഹയോടായിരുന്നില്ല, സപ്തർഷിമാരുടെ പത്നിമാരോടായിരുന്നു പ്രിയം. എന്തൊരു സാഹസികമായ പ്രണയമായിരുന്നു സ്വാഹയുടേതെന്ന് ഞാൻ അതിശയിക്കാറുണ്ട്. തന്നിഷ്ടമുള്ളവൻ്റെ അടുത്ത് അവനിഷ്ടമുള്ളവരുടെ വേഷം ധരിച്ച് എനിക്ക് സെക്സ് വേണമെന്ന് ആവശ്യപ്പെട്ട് ചെല്ലുക, അതും 6 തവണ 6 രൂപങ്ങളിൽ. പുരാണങ്ങളിലൊക്കെയാണ് നമ്മൾ ലിബറേറ്റഡായ സ്ത്രീകളെ കാണുന്നതെന്ന് തോന്നിയിട്ടുണ്ട്. സോക്കാൾഡ് സാമ്പ്രദായിക മൂല്യങ്ങളുടെ ഇരകളല്ലാത്ത പെണ്ണുങ്ങളെ. രത്ന പൊട്ടിച്ചിരിച്ചുപോയി. ഒപ്പം ഭർത്താവായ സൂര്യൻ്റെ ചൂട് താങ്ങാനാവാതെ സ്വന്തം തോഴിയെ പകരക്കാരിയായി അയച്ച വേറൊരു പതിവ്രതയെക്കുറിച്ച് ഇന്നലെ മേരി പ്രീത പറഞ്ഞ കഥയും ഓർത്തു. പക്ഷേ സപ്തർഷിമാർ 7 അല്ലേ? സ്വാഹ 6 രൂപത്തിലല്ലേ പോയിട്ടുള്ളൂ. ഒരു ചാൻസ് അവൾ മിസ്സാക്കിയത് എന്താവും? അത് കഥയിലെ ആൻറ്റി ക്ലൈമാക്സ്. ഒരാൾ അരുന്ധതി ദേവിയായിരുന്നു, പതിവ്രത, ഭീകര തപശ്ചര്യയുള്ളവൾ. സ്വാഹ ഏത് നിലയിൽ ശ്രമിച്ചിട്ടും ഫലമുണ്ടായില്ലത്രേ. 6 ടേൺ കൊണ്ട് സ്വാഹയ്ക്ക് തൃപ്തിയാവേണ്ടി വന്നു. രത്ന അജയനോട് ചിരിയോടെ പറഞ്ഞു. സീതയെയും അരുന്ധതിയെയും ഒക്കെ പോലത്തെ പതിവ്രതകളായ സ്ത്രീകൾക്ക് വേണമെങ്കിൽ തീയിൽ ചാടാം, വേണ്ടെങ്കിൽ തീ ഒഴിവാക്കാം. എന്നെപ്പോലുള്ള സാധു സ്ത്രീകളുടെ കഥ അതല്ല. തീയിൽ പൊള്ളും, കരിയും, പക്ഷേ ചാവില്ല. ഈ കഥ ഞാൻ ആദ്യമായി കേൾക്കുകയാണ്. ഇതിൽ ഒരു സംശയമുണ്ട്. എപ്പോഴെങ്കിലും ആ ഭാര്യമാർ ഇക്കഥ അറിഞ്ഞിട്ടുണ്ടാവുമോ? തങ്ങളുടെ രൂപത്തിൽ ഒരുവൾ അവളുടെ കാമുകനിൽ നിന്ന് വേഴ്ച ചോദിച്ചു വാങ്ങിയെന്ന്. അവൾക്കത് കേട്ടപ്പോൾ നിരാശയാണോ അവളുടെ അരിശമാണോ തോന്നിയിട്ടുണ്ടാവുക? സ്വാഹയ്ക്ക് വേറൊരു തീയെയാണെന്നും ഭാവിച്ച് അഗ്നിയോടൊപ്പം കിടക്കുമ്പോൾ അപമാനമാണോ പരിചയത്തിലുള്ള അഭിമാനമാണോ തോന്നിയിട്ടുണ്ടാവുക? അജയൻ തമാശയായി സ്വന്തം തലയ്ക്കടിച്ചു പോയി. എന്തുമാത്രം കുഴയ്ക്കുന്ന ചോദ്യങ്ങൾ! ഞാനിതൊന്നും ആലോചിച്ചിട്ടില്ല. കഥയുടെ ബാക്കി ഓർമ്മയുമില്ല. അല്ലെങ്കിലും ഇത്തരം പുരാണങ്ങൾക്ക് എന്തു ബാക്കി? മിക്കവാറും സ്വാഹയ്ക്ക് 6 മക്കളെ കിട്ടിക്കാണും, അല്ലെങ്കിൽ 6 പേരുടെയും സാദൃശ്യത്തിൽ അസാധാരണ ശക്തിയുള്ള ഒറ്റ മകനെ. ഇത് രണ്ടുമല്ലെങ്കിൽ അഗ്നിയുടെ ശാപം. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾക്കേ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ്. സ്ത്രീകളുടെ മനസ്സ് സഞ്ചരിക്കുന്ന വഴികൾ നിങ്ങൾക്കല്ലേ അറിയൂ. പുരുഷന്മാർ വെറും കാഴ്ചക്കാർ. അജയൻ നിസ്സഹായതയോടെ കൈമലർത്തിക്കാട്ടി. എന്തിനാണ് പുരാണങ്ങളിലെ കെട്ടുകഥകളിലേക്ക് പോകുന്നതെന്നും സ്ത്രീകളുടെ ചിന്തകൾ എപ്പോഴും എത്രമാത്രം വിചിത്രമാണെന്നതിന് ചുറ്റുമുള്ള സ്ത്രീകൾ തന്നെയാണല്ലോ തെളിവെന്നും മനസ്സിലോർത്തു.
രത്ന, ഈ വിനോദിനി ചെറിയമ്മയ്ക്ക് അവരുടെ ഭർത്താവുമായി എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അയാൾ അവരുമായി തെറ്റി നാടുവിട്ടു പോയി. എന്നിട്ടും ചെറിയമ്മ അവിടെ തന്നെ പിടിച്ചു നിന്നു. പക്ഷേ അയാൾ വേറൊരു പെണ്ണിനെ കൊണ്ട് തിരിച്ചു വന്ന നിമിഷം അവരവിടെ വിട്ടു. നിങ്ങൾക്ക് ഈ കഥകളൊക്കെ അറിയാമായിരിക്കും. എല്ലാവരും എത്ര ഉപദേശിച്ചിട്ടും ചെറിയമ്മ തിരിച്ചു പോകാൻ കൂട്ടാക്കിയില്ല. ഒറ്റയ്ക്ക് ജീവിക്കാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ലീഗലി ചെറിയമ്മയാണ് അയാളുടെ ഭാര്യ. കേസ് കൊടുത്താൽ അയാൾ കുടുങ്ങും, ജീവനാംശം തരേണ്ടി വരും. പക്ഷേ ചെറിയമ്മ ഒരിക്കലും അതിനൊന്നും തയ്യാറായില്ല. എൻ്റെ അമ്മയുടെ കഥ വേറൊന്നാണ്. അച്ഛൻ അമ്മയേക്കാൾ സുന്ദരൻ. കുടുംബം, പണം, പ്രതാപം, ഉദ്യോഗം ഒക്കത്തിലും മുന്നിൽ. അമ്മയ്ക്ക് ഈ പ്രായത്തിലും മൂപ്പര് കൈവിട്ടു പോകുമെന്ന് വേവലാതി അടങ്ങിയിട്ടില്ല. ജോലി സ്ഥലത്ത് വേറെ ബന്ധങ്ങളുണ്ടാകുമോ, ആരെങ്കിലും വശീകരിക്കുന്നുണ്ടാകുമ്പോൾ, ഇങ്ങനെ സദാ ആശങ്കകൾ മാത്രമായിരുന്നു അവർക്കെന്നും. അമ്മയുടെ ജീവിതത്തിലെ നല്ലൊരു പങ്ക് സമയവും പണവും ജ്യോത്സ്യന്മാർക്കും രഹസ്യമായ പരിഹാര ക്രിയകൾക്കും വേണ്ടി ഒഴുക്കി കളഞ്ഞിട്ടുണ്ട്. വിപിനൻ്റെ ഓഫീസിന് മുന്നിലൂടെയുള്ള വഴിയെ കുട്ടിക്കാലത്ത് അമ്മയ്ക്ക് കൂട്ടുപോയ യാത്ര അജയന് പിന്നെയും ഓർമ്മ വന്നു. നെറുകയിൽ മുടി കൂട്ടിപ്പിടിച്ചു കെട്ടിയ ചുവന്ന വട്ടപ്പൊട്ട് തൊട്ട് ചന്തമുള്ള മഷിനോട്ടക്കാരിയെയും എന്തൊക്കെയായിരുന്നു അവരൊന്ന് പറഞ്ഞതെന്ന് ഓർക്കുന്നില്ല. തിരിച്ചു വരുമ്പോൾ അമ്മ ദേഷ്യത്തിലായിരുന്നു. ഈ യാത്രയുടെ കാര്യം ആരോടും പറയരുതെന്നവൾ അജയനെ ഭീഷണിപ്പെടുത്തി. കൊന്നുകളയുന്നൻ നിന്നെ, നിന്റെ തന്തേ. അമ്മ അവൻ്റെ കൈവിരലുകൾ നോവുന്നത്രയും അമർത്തി ഞെരിച്ചു. ആ വേദന ഇപ്പോഴും വിരലുകൾ അറിയുന്നത് പോലെ അജയൻ കൈ കുടഞ്ഞു. നിങ്ങളും എന്നെ അത്ഭുതപ്പെടുത്തുന്നു. കെട്ടുപൊട്ടിക്കാനൊന്നും കഷ്ടപ്പെടണ്ട. കഴുത്തിൽ നിന്ന് ആ കുടുക്കൊന്നും ഊരിക്കളയേണ്ട പ്രയാസമേ ഉള്ളൂ. എത്ര എളുപ്പമാണ്. അതിനു പോലും തയ്യാറല്ലാത്തത് അതിശയം തന്നെ. അജയൻ സാർ വിചാരിക്കുന്ന പോലെ സിമ്പിളല്ല കാര്യങ്ങൾ. മൂരിയെ മെരുക്കുന്ന കഥ വായിച്ചിട്ടില്ലേ? ചാട്ട കൊണ്ടും വടി കൊണ്ടും നിരന്തരം മർദ്ദിക്കണം, കയറിട്ട് മുറുക്കണം. ഒടുവിൽ കയറില്ലെങ്കിലും പുറകെ വരും, വടിയില്ലെങ്കിലും പേടിച്ച് തല കുനിക്കും. അപ്പോൾ അതിനെ വിളിക്കുന്നത് ഇണങ്ങിയ മൃഗമെന്ന്. ഇണക്കെന്ന് അത്തരം അനുസരണയെ വിളിക്കാൻ പറ്റുമോ? അത് ഇണക്കമല്ല, ഭയമാണ്, പിണക്കമാണ്. നിരന്തരം ഉള്ളിൽ പിണങ്ങിക്കൊണ്ടുള്ള വിധേയത്വം. ഞാനും ഒരു മെരുക്കപ്പെട്ട മൃഗമാണ്. വിപിനെ കാണുമ്പോൾ തന്നെ ഞാൻ വിറയ്ക്കാൻ തുടങ്ങും. ഇന്ന് സാറിനെ അകത്തേക്ക് ക്ഷണിച്ചതിന് പോലും ഞാൻ മറുപടി പറയേണ്ടി വരും. പക്ഷേ നിങ്ങൾ ബന്ധുക്കളാണ്. എനിക്ക് വാതിൽ തുറന്നു തരാതെ ഗത്യന്തരമില്ലായിരുന്നു. അജയൻ വല്ലാതായിപ്പോയി. തൻ്റെ വരവ് അവളെ അത്തരമൊരു പ്രതിസന്ധിയിലാക്കുമെന്ന് അയാൾ വിചാരിച്ചിരുന്നില്ല. ഐ ആം സോ സോറി രത്ന. അങ്ങനെയൊരു പ്രശ്നം ഞാൻ ആലോചിച്ചില്ല. 10 വർഷത്തിന് ശേഷം ചെറിയമ്മയെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ പെട്ടെന്ന് തന്നെ ഇറങ്ങിക്കൊള്ളാം. ചെറിയമ്മ ഉണരാൻ കാത്തിരിക്കുന്നില്ല. എൻ്റെ ഈ വരവിനെക്കുറിച്ച് നിങ്ങൾക്ക് വിപിനോട് പറയാതെയും ഇരിക്കാമല്ലോ. രത്നമേഖല വാടിയ ചിരിയോടെ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് പറഞ്ഞു. അയൽപ്പക്കാരോ മറ്റോ ഒറ്റിക്കൊടുക്കുമായിരിക്കുമെന്ന് അജയൻ മനസ്സിലോർത്തു. എന്തായാലും ചെറിയമ്മയോട് യാത്ര പറയട്ടെ എന്നയാൾ എഴുന്നേൽക്കുമ്പോൾ അവൾ തടഞ്ഞു. ഇല്ല, എന്തായാലും വന്നു. ഇനിയിപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോയാലും ഇല്ലെങ്കിലും ഞാൻ കേൾക്കേണ്ടതിനും അനുഭവിക്കേണ്ടതിനും വ്യത്യാസമുണ്ടാവില്ല. ഒരുപക്ഷെ വിപിനൻ ഉച്ചയ്ക്ക് വന്നുകൂടായികയുമില്ല. കണ്ടിട്ട് പോകാമല്ലോ. തനിക്ക് തിരക്കുണ്ടെന്നും അടുത്ത ദിവസങ്ങളിൽ മടങ്ങിപ്പോകാനുള്ള കാര്യങ്ങൾ ശരിപ്പെടുത്താനുണ്ടെന്നും അജയൻ പറഞ്ഞു. നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നത് രസകരം തന്നെ. പക്ഷേ സമയമില്ല. വിപിന് ഇതൊന്നും ഇഷ്ടമില്ലെന്നും പറഞ്ഞതും എന്നെ അലട്ടുന്നു. രത്നമേഖല പിന്നീടൊന്നും പറഞ്ഞില്ല. അമ്മയുടെ മുറിയിലേക്ക് നടക്കുന്ന അജയനെ അനുഗമിക്കുക മാത്രം ചെയ്തു. വിനോദിനിക്കരികിൽ ചെന്ന് അവരെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന അവളെ അജയൻ തടഞ്ഞു. അയാളുടെ ശബ്ദത്തിൽ വേവലാതിയുണ്ടായിരുന്നു. നോക്കൂ, ഇവർ ശ്വസിക്കുന്നുണ്ടെന്ന്. ശ്വാസം നിലച്ചതുപോലെയില്ലേ? രത്നമേഖല നടുങ്ങിപ്പോയി. താൻ അജയനോട് സംസാരിച്ചിരുന്ന സമയത്ത് പ്രതിഷേധം എന്നോണം അവർ നിശബ്ദയായി പോയി കളഞ്ഞോ? ആദ്യകാലത്തൊക്കെ അവരുടെ മരണം എങ്ങനെയായിരിക്കുമെന്ന് അവൾ സങ്കല്പിച്ചിരുന്നു. അതുടനെ സംഭവിക്കുമെന്നായിരുന്നു അന്നെല്ലാം അവൾ വിചാരിച്ചിരുന്നത്. പുലർച്ചെ ഉണർന്ന് അമ്മയുടെ കട്ടിലിനടുത്തെത്തുമ്പോൾ ഇന്നെങ്കിലും ഇവർ മരിച്ചു കിടക്കുകയായിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷ പോലും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ട്. തനിക്ക് അടുപ്പവും മമതയും ഒന്നുമില്ലാത്ത ഒരാളുടെ മരണം അത്രയൊക്കെയേ ഉള്ളൂ എന്ന് അവൾ ആ തോന്നലിനെ ന്യായീകരിക്കുകയും ചെയ്യും. പക്ഷേ അതെല്ലാം പണ്ടാണ്. ഇപ്പോഴെത്രയോ കാലമായി അവരൊരിക്കലും മരിക്കില്ലെന്നും ഈ വീട്ടിലെ കട്ടിലോ കസേരയോ ഒക്കെ പോലെ എന്നേക്കുമായി അവരെവിടെ ഉണ്ടാകുമെന്നുമാണ് തോന്നാറുള്ളത്. അവൾ വെപ്രാളത്തോടെ അവളുടെ പൾസ് നോക്കി. കണ്ണുകൾ വിടർത്തി പരിശോധിച്ചു. നെഞ്ചത്ത് കൈകൾ അമർത്തി. അലമാരയിലിരുന്ന് ഉപയോഗിക്കാതെ പഴകിയ സ്റ്റെതസ്കോപ്പ് കൊണ്ട് നെഞ്ചിടിപ്പിളക്കാൻ ശ്രമിച്ചു. വേറെ കുഴപ്പമൊന്നും തോന്നിയില്ലെങ്കിലും ഹൃദയത്തിൻ്റെ അനക്കം അവളുടെ ചെവിക്കോ വിരലുകൾക്കോ പിടിച്ചെടുക്കാനായില്ല. അവർ മരിച്ചിട്ടില്ലെന്നുറപ്പാണ്. പക്ഷേ മിടിപ്പില്ലാത്ത നെഞ്ച്. രത്നമേഖല അമ്പരപ്പോടെ അജയനെ നോക്കി. അവൾ ചെയ്യുന്നതൊക്കെ ആശങ്കയോടെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. എന്താ പറ്റിയത്? എനിത്തിങ് റോങ്? അറിയുന്നില്ല. ഇങ്ങനൊന്നും ആദ്യമാണ്. ഡോക്ടറെ വിളിക്കേണ്ടി വരുമായിരിക്കും. ആദ്യം വിപിനോട് പറയട്ടെ. അതിനു മുൻപ് പ്ലീസ്. അവൾ പാതിയിൽ നിർത്തി. അജയൻ പോകണമെന്ന സൂചനയായിരുന്നു അത്. അത് പറയുമ്പോൾ അവൾക്കും അത് കേട്ടപ്പോൾ അയാൾക്കും ഒരേപോലെ ലജ്ജ തോന്നി. ഷുവർ, ഞാൻ പോകാം. അജയൻ അപമാനിതനായ ഭാവത്തിൽ പറഞ്ഞുകൊണ്ട് വിനോദിനിയുടെ കാലുകളിൽ തൊട്ടു. അതോ തണുത്തിട്ടില്ല. ജീവന്റെ ഇളം ചൂട് അതിനിപ്പോഴുമുണ്ട്. വെളറിയ തൊലിക്കടിയിലെ ധമനികളിൽ രക്തം ഇപ്പോഴും ഒഴുകുന്നുണ്ട്. ഒന്നും നിലിച്ചിട്ടില്ലെന്ന് അജയന് മനസ്സിലായി. 1 മിനിറ്റ് രത്ന.
ഇങ്ങനെ ആദ്യമായിട്ട് ആണ് ഉണ്ടാകുന്നതെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങളുടെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല എന്നല്ലേ പറയാൻ പറ്റൂ? രത്ന അജയനെ നോക്കി തലയാട്ടി. ശരിയാണ്, ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല എന്നേ പറയാൻ പറ്റൂ. അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിനപ്പുറം മുഴുവൻ സമയം അവരെ തുറച്ചു നോക്കി അടുത്തിരിക്കാറില്ല. മുമ്പും ഒരുപക്ഷെ ഇതേപോലെ ശ്വാസം നിലച്ചിട്ടുണ്ടാവാം. നിങ്ങൾ നേഴ്സല്ലേ? നിങ്ങൾക്ക് ഈ അവസ്ഥയുടെ മെഡിക്കൽ ടേം ഒക്കെ ചിലപ്പോൾ അറിയുമായിരിക്കും. അപ്നോയിയ എന്ന് കേട്ടിട്ടില്ലേ? ഇതൊരു രോഗമാണ്. ശ്വാസം നിലയ്ക്കുന്നതല്ല, ശ്വസിക്കാൻ മറന്നു പോകുന്നതാണത്രേ. ഉറക്കത്തിലൊക്കെ എങ്ങനെയുണ്ടാവാം? ബ്രെയിൻ ഡാമേജ് ഉള്ളവർക്ക് ഇത്തരം അവസ്ഥ വരാൻ സാധ്യത കൂടുതലുണ്ട്. പെട്ടെന്ന് അവരെ ഉണർത്തിയാൽ ഓക്കെ ആയിക്കോളും. ചെറിയമ്മയ്ക്ക് ഫിറ്റ്സ് വരാറുണ്ടോ? രത്ന തലയാട്ടിക്കൊണ്ട് അത്ഭുതത്തോടെ അജയനെ നോക്കി. അപ്നോയിയ എന്ന് അവർ കേട്ടിട്ടേയില്ലായിരുന്നു. ഇത്തരം രോഗികളിൽ ഫിറ്റ്സും സാധാരണമാണ്. ചിലപ്പോൾ അതൊരു തരം മടങ്ങിപ്പോവലുകളാവാം. ഭൂതകാലത്തിലേക്കോ പ്രിയപ്പെട്ട ഏതോ ഓർമ്മകളിലേക്കോ അവർ തിരിച്ചു പോകാൻ ശ്രമിക്കുന്നതാവാം. എനിവേ, നമുക്കിവരെ പെട്ടെന്ന് ഉണർത്തണം. രത്നമേഖല അവരുടെ മുഖത്ത് ശക്തമായി തട്ടിയും ഇടയ്ക്ക് വെള്ളം കുടഞ്ഞും ഉണർത്താൻ ശ്രമിച്ചു. വിനോദിനി പാതി മെഴികളെ ക്ഷീണത്തോടെ തുറന്നു. അജയൻ കുനിഞ്ഞു നിന്ന് ചിറമേ എന്ന് പലയാവർത്തി വിളിച്ചു. അതിന് പ്രതികരണം ഉണ്ടായില്ലെങ്കിലും അവരുടെ ശ്വാസം നോർമലായി തുടങ്ങിയെന്ന് രത്നമേഖലയ്ക്ക് മനസ്സിലായി. ഇനി സാരമില്ല, പക്ഷേ ഇനിയും വന്നേക്കും, ശ്രദ്ധിക്കണം. ഞാനിതിനെപ്പറ്റി വായിച്ചത് മെഡിക്കൽ പുസ്തകങ്ങളിലൊന്നുമല്ല. ഫിലോസഫിയുമായി ബന്ധപ്പെട്ട ഏതോ ബുക്കായിരുന്നു അത്. ഹിമാലയത്തിലൊക്കെ തപസ് ചെയ്യുന്ന സന്യാസിമാർ അപ്നോയിയ ബോധപൂർവം പ്രാക്ടീസ് ചെയ്യാറുണ്ടത്രേ. ഓക്സിജൻ ദുർബലമായിടത്ത് ശ്വാസം പിടിച്ചു വയ്ക്കാൻ കഴിഞ്ഞാൽ നല്ല കാര്യമായി. അജയൻ വിനോദിനിയോട് പോയി വരട്ടെ എന്ന് യാത്ര പറഞ്ഞു പുറത്തേക്കിറങ്ങി. പിന്നാലെ ചെന്ന രത്നമേഖലയോട് അയാൾ പെട്ടെന്ന് വെട്ടിത്തുറന്ന് ചോദിച്ചു, നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ട്രാവൽ ഏജൻസിയിലേക്കാണ് ഞാൻ പോകുന്നത്. ഒരു ടിക്കറ്റ് കൂടി ഞാൻ എടുക്കട്ടെ? രത്നമേഖല വിളറി വെളുത്തു. ആദ്യമായി കാണുന്ന ആ പുരുഷന്റെ ക്ഷണത്തിന്റെ അർത്ഥം എന്തെന്നും അയാളുടെ പ്രേരണ എന്തെന്നും അവൾ ഭയന്നു. എന്തായിരിക്കും അയാൾ തന്നെ പറ്റി വിചാരിക്കുന്നത്? സോറി, നിങ്ങൾ കാടുകയറി ചിന്തിക്കരുത്. ഞാനൊരു രക്ഷാമാർഗം തുറന്നു തരികയൊന്നുമല്ല. നിങ്ങൾക്ക് പുറത്തേക്ക് ഒഴുകണം, അതിനൊരു സാധ്യത ചൂണ്ടിക്കാട്ടിയെന്ന് മാത്രം. എൻ്റെ ജീവിതത്തിലേക്കൊന്നുമല്ല ഞാൻ ക്ഷണിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിലേക്കാണ്. അതിനിവിടെ ഉറഞ്ഞുകൂടി കിടക്കേണ്ടതല്ല എന്ന് തോന്നുന്നു. രത്ന തെളിമയോടെ ചിരിച്ചു. അവൾ മനസ്സിലായയാൾക്ക് നന്ദി പറഞ്ഞു. ഇന്നലെയും ഇതുപോലൊരു ക്ഷണം കിട്ടിയതിനെക്കുറിച്ച് വേദനയോടെ ഓർത്തു. അവളുടെ ജീവിതത്തിലേക്കല്ല, തൻ്റെ തന്നെ ജീവിതത്തിലേക്കുള്ള ക്ഷണങ്ങൾ. തീരുമാനം നിങ്ങളുടേതാണ്. സമയമെടുത്ത് ആലോചിക്കൂ. 10 ദിവസം കഴിഞ്ഞ് കൽക്കത്തയ്ക്കുള്ള ഫ്ലൈറ്റിൽ നിങ്ങൾക്കും ഒരു സീറ്റ് ഉണ്ടാവും. താല്പര്യം തോന്നിയാൽ വരാം. പക്ഷെ തീരുമാനം അതെന്തായാലും എന്നെ നിങ്ങൾ സാർ എന്ന് വിളിക്കരുത്. ഞാൻ അജയനാണ്. അജയൻ ചിരിയോടെ അവൾക്ക് തൻ്റെ കാർഡ് എടുത്തു കൊടുത്തു. തനിക്കൊരിക്കലും അത് ഉണ്ടാവാനിടയില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ അവൾ അത് വാങ്ങി. കുനിഞ്ഞ് ഷൂസ് ഇടുന്നതിനിടയിൽ അയാൾ പെട്ടെന്ന് നിവർന്ന് അവളോട് പറഞ്ഞു, നേരത്തെ ചോദിച്ചില്ലേ, അതിനൊരു ഉത്തരം എനിക്ക് കിട്ടി. എന്തായിരുന്നു ചോദ്യമെന്ന് രത്നമേഖല അമ്പരന്നു. സത്യം പറഞ്ഞാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരമല്ല. ഞാൻ ആ സമസ്യ വേറൊരു ആംഗിളിൽ നോക്കിയതാണ്. സ്വാഹയുടെയും സപ്തർഷി ഭാര്യമാരുടെയും അവസ്ഥ എന്തായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ അഗ്നിക്ക് കടുത്ത ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ടാവും. ഏഴാമത്തവൾ തനിക്ക് അടുത്തു വരാത്തതിൽ. അവൾ മിക്കവാറും അക്കൂട്ടത്തിൽ ഏറ്റവും അഭികാമിയായവളായിരുന്നല്ലോ. കിട്ടിയവരിലൊന്നും സംതൃപ്തനാവാതെ അയാൾ അവൾക്കു വേണ്ടി ദാഹിച്ചിട്ടുണ്ടാവണം. രത്നമേഖല പൊട്ടിച്ചിരിച്ചു പോയി. അവൾ ആ കഥ മറന്നിരുന്നു. കഴിഞ്ഞ ഏതാനും നിമിഷങ്ങളിലെ സമ്മർദ്ദം അതിന് തൊട്ടു മുമ്പ് അവർ പങ്കുവച്ച ആനന്ദഭരിതമായ നിമിഷങ്ങളെ മായ്ച്ചു കളഞ്ഞതുപോലെയായിരുന്നു അവൾക്ക് തോന്നിയത്. അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല എന്നതുപോലെ അവളത് മറന്നു കഴിഞ്ഞിരുന്നു. അജയൻ ഇപ്പോൾ വീണ്ടും ആ നിമിഷങ്ങൾ അവൾക്ക് മുന്നിൽ കുടഞ്ഞിടുകയാണ്. പൂർണ്ണമായും പുരുഷന്മാരുടെ ആംഗിളിലുള്ള നോട്ടം അല്ലേ? നിങ്ങൾ കിട്ടിയതിനെക്കുറിച്ച് സന്തോഷിക്കുകയില്ല, കിട്ടാതെ പോയതിനെക്കുറിച്ച് എപ്പോഴും വ്യസനിക്കുകയും ചെയ്യും. സ്ത്രീകൾ കിട്ടിയതിനെക്കുറിച്ച് മാത്രം ഓർക്കും, അതിൽ പരമാവധി സന്തുഷ്ടയാവുകയും ചെയ്യും. മെച്ചപ്പെട്ടത് അടുത്തുണ്ടെങ്കിൽ പോലും കൈക്കലാക്കണമെന്ന് തോന്നില്ല. ഇവിടെ തന്നെ നോക്കൂ, സ്വാഹയ്ക്ക് 6 രൂപത്തിലും അഗ്നിയെ മാത്രം മതി. വേറെയും ദേവന്മാരില്ലാഞ്ഞിട്ടാണോ? അജയനും ചിരി വന്നു. അങ്ങനെ പറയാമോ? എന്തായാലും ഞാൻ അങ്ങനെയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കിട്ടുന്നതിൽ സംതൃപ്തനാണ്, കിട്ടാനിരിക്കുന്നതിനെ പറ്റി പ്രതീക്ഷയുള്ളവനുമാണ്. ഞാൻ എങ്ങനെ ജീവിച്ചുവോ അങ്ങനെ തന്നെ മരിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞത് ഖലീൽ ജിബ്രാനല്ലേ? കൂടുതൽ നല്ലതിനായുള്ള പ്രത്യാശയോടെ, അതേസമയം കയ്യിലൊതുങ്ങിയതിനെക്കുറിച്ച് സംതൃപ്തിയോടെ ഞാൻ ജീവിക്കുന്നു. അങ്ങനെ തന്നെ മരിക്കുകയും വേണം. രത്നമേഖല ഒന്നും പറഞ്ഞില്ല. അത്തരമൊരു ജീവിത വീക്ഷണം തന്നെ സംബന്ധിച്ച് പ്രായോഗികമല്ല എന്നറിയുന്നതുകൊണ്ട് അവൾ അതിനെപ്പറ്റി ആഴത്തിൽ ആലോചിച്ചതുമില്ല. വീണ്ടും കാണാമെന്ന വാക്കുകൾ ഉരുവിട്ട് പുറത്തെ വെയിലിലേക്ക് അജയൻ നടന്നു മായുന്നത് രത്നമേഖല നോക്കി നിന്നു. ദൂരെ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്കുള്ള പളനി വണ്ടിയുടെ കൂവൽ അവൾ കേട്ടു. വാതിലടച്ച മുറിയിലെത്തിയപ്പോൾ അമ്മ വീണ്ടും കണ്ണുകൾ അടച്ചിരിക്കുന്നു. രത്നമേഖല അവളുടെ ശ്വാസഗതി നോർമലാണെന്ന് ഉറപ്പുവരുത്തി. സമർത്ഥയായ സ്ത്രീയെന്ന് മനസ്സിലോർത്തു. ഈ അവസ്ഥയിലും സ്വന്തം ശരീരം കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തി എന്നെ ആശങ്കപ്പെടുത്തുന്നു. ശ്വാസം പിടിച്ചുവെക്കൽ അവർ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെയാണെന്ന് രത്നമേഖലയ്ക്ക് ഉറപ്പുണ്ട്. അജയൻ പറഞ്ഞതുപോലാണെങ്കിൽ ഇവർ ഏതോർമ്മയിലേക്കാവും തിരിച്ചു പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
അത്രയും പ്രിയങ്കരമായ ഏതോ ഓർമ്മയാവോ അത്? താൻ അതൊരിക്കലും അറിയാൻ പോകുന്നില്ലെന്ന് അവൾ നിസ്സഹായതയോടെ ചിരിച്ചു. രത്നമേഖല ജനാലകൾ അടയ്ക്കാൻ അതിനടുത്തെത്തി. ഇനിയൊരിക്കലും അതിങ്ങനെ തുറന്നു മലർത്തിയിടാൻ സാധ്യതയില്ല. ജനാലപ്പാളികൾ ചേർത്തടയ്ക്കുന്നതിന് പകരം അവൾ അതിലൂടെ ദൂരേക്ക് നോക്കി നിന്നുപോയി. ഉച്ചവെയിലിൽ പച്ചപ്പുകൾ വാടി എല്ലായിടത്തും ഇപ്പോൾ ഒരു സ്വർണ്ണ നിറമാണ്. ഒരേ നദിയിലേക്ക് രണ്ടുവട്ടം ഇറങ്ങാൻ കഴിയില്ലെന്നതുപോലെ ഇനിയൊരിക്കലും കുറച്ചു മിനിറ്റുകൾക്ക് മുമ്പത്തെ കുസൃതിക്കാരിയും ഉത്തരം മുട്ടുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നവളുമായ സ്ത്രീയായി തനിക്ക് മാറാൻ കഴിയില്ല. അത് അവസാനിച്ചു. വീരത്തേക്ക് നടന്നു മാഞ്ഞ അജയനോടൊപ്പം അവളുടെ ആ സ്വത്വവും തീർന്നു. ഇപ്പോഴുള്ളത് അതേ പഴയ രത്നമേഖല. അജയൻ തന്ന കാർഡ് അവളുടെ കൈകളിൽ ഞെരിഞ്ഞു. അത് വിയർപ്പിൽ നനഞ്ഞും ചുളിഞ്ഞും വൈകാതെ ഉപേക്ഷിക്കപ്പെട്ടേക്കും. കൊൽക്കത്തയ്ക്കുള്ള വിമാനം ഒഴിഞ്ഞ ഒരു സീറ്റുമായി ഇന്നേക്ക് 10-ാം ദിവസം യാത്ര തിരിക്കും. ചിരിയും കുസൃതിയുമായി അവളുടെ വിരസമായ പകലിലേക്ക് കയറി വന്ന അജയനെ ഇനിയൊരിക്കലും അവൾ കാണാനിടയില്ല. കണ്ണീരൊഴുകി പുറത്തെ കാഴ്ചകൾ അവ്യക്തമാവുന്നതിനിടയിൽ ചില്ലുപാളികൾക്കപ്പുറത്തെന്നോണം ദൂരെ അവൾ 2 കടും നിറ ചേലകൾ കണ്ടു. പച്ച, മഞ്ഞ, ചുവപ്പ്. പിന്നെയും സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ചേലകളിലൊന്ന് പരിമളമാണെന്ന് രത്നമേഖല തിരിച്ചറിഞ്ഞു. മറ്റേത് മരതകവും. ഒരേ നിരയിലുള്ള റെയിൽവേ ക്വാർട്ടേഴ്സുകളുടെ ഏറ്റവും അറ്റത്തെ വീട്ടിൽ നടന്ന മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു പോലീസുകാർ കുറേ ദിവസങ്ങളോളം കോളനിയിൽ ചുറ്റിപ്പറ്റി നടന്നത്. പരിമളത്തിൻ്റെയും രത്നമേഖലയുടെയും വീട്ടിൽ നിന്ന് കൃത്യം 5-ാമത്തെ ഒറ്റ വീട്. അതിനിടയിലെ 4 ഇരട്ട വീടുകളും അതിലെ താമസക്കാരായ 8 കുടുംബങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ തൊട്ടാണെങ്കിലും 8 വീടുകൾക്കപ്പുറമുള്ള വീട് ഏറെ അകലെയാണ്. വേറൊരു ഭൂഗോളം തന്നെയാണ്. കുട്ടികൾക്ക് മാത്രമായിരിക്കും ഈ ദൂരങ്ങളൊന്നും ദൂരമല്ലാത്തത്. അവർ വൈകുന്നേരങ്ങളിൽ കോളനിയുടെ പല ഭാഗത്തിലും നിന്ന് വന്ന് അങ്ങുമിങ്ങും ഓടിക്കളിക്കാറുണ്ട്. വണ്ടികളില്ലാത്ത സമയമാണെങ്കിൽ ഗുഡ് ഷെഡ് റോഡിൽ കുറച്ച് മുതിർന്ന കുട്ടികൾ സൈക്കിൾ ഓടിക്കും. ഇരുട്ട് വീഴുന്നതോടെ എല്ലാവരും എങ്ങോട്ടൊക്കെയോ ഓടിമറയും. മുതിർന്ന സ്ത്രീകൾ സ്വന്തം വീട് തന്നെ ചുമന്ന് നടക്കുന്നതുകൊണ്ടാവും തൊട്ടടുത്ത വീടുമായൊക്കെയേ അവർക്ക് അടുപ്പമുണ്ടാകാറുള്ളൂ. അത് സ്നേഹമായാലും വിദ്വേഷമായാലും. ആ വീട് മാത്രം ഒറ്റയ്ക്കായിരുന്നു. അതിനപ്പുറത്ത് റെയിൽവേയുടെ കാട് പിടിച്ചു കിടക്കുന്ന പുറംപോക്ക്. ഇഴജന്തുക്കളുടെ ശല്യം എപ്പോഴുമുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒറ്റയ്ക്കായിട്ടും താരതമ്യേന വലുതായിട്ടും ആ ക്വാർട്ടേഴ്സിന് വലിയ ഡിമാൻഡില്ലാതിരുന്നത്. ബാച്ചിലേഴ്സ് ആയിരുന്നു അവിടെ താമസിക്കാനെത്തിയവരിൽ അധികവും. സ്പോർട്സ് ക്വാട്ടയിലും മറ്റും ജോലിക്ക് കയറിയവർ. പുലർച്ചെയും വൈകുന്നേരങ്ങളിലും പ്രാക്ടീസിന് പോകുന്നതുകൊണ്ട് അവരെ പകൽ വെളിച്ചത്തിൽ ആരും കാണാറു തന്നെയില്ല. ദൂരസ്ഥലങ്ങളിൽ മത്സരങ്ങൾക്ക് പോകുമ്പോഴും ദിവസങ്ങളോളം അവരാരും അവിടെ ഉണ്ടാവാറില്ല. അതുകൊണ്ടൊക്കെയാവണം അതിനുള്ളിൽ ഒരാൾ മരിച്ചു കിടന്നത് കണ്ടെത്താൻ വൈകിപ്പോയത്. കടുത്ത ദുർഗന്ധം 8-ാമത്തെ വീടും കടന്ന് രത്നമേഖലയുടെ ക്വാർട്ടേഴ്സിലും എത്തിയപ്പോൾ ദിവസമാണ് പോലീസ് വന്ന് ആ വീട്ടുവാതിൽ പൊളിച്ചതും അഴുകിത്തുടങ്ങിയ ശരീരം കണ്ടെത്തിയതും. മരണം അതിൻ്റെ ഗന്ധം കൊണ്ട് അകലങ്ങൾ മായ്ച്ചു കളയുന്നുവെന്ന് രത്നമേഖല ഓർത്തു. മരിച്ചതാരാണെന്ന് അവൾക്കറിയില്ല. പക്ഷേ ആ മരണം ഒരാവശ്യവുമില്ലെങ്കിലും അവളെയും വന്നു തൊട്ട് ഞാനിവിടെയുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നു. ക്വാർട്ടേഴ്സിന് മുന്നിലൂടെയുള്ള ഈ വഴിയെ എല്ലാ ദിവസവും രാവിലെ ഓടാൻ പോകുന്ന പയ്യനായിരുന്നുവെന്ന് മരതകം വേലിക്കരികിൽ വന്ന് പറഞ്ഞെങ്കിലും രത്നമേഖലയ്ക്ക് ആളെ മനസ്സിലാവാനൊന്നും പോണില്ല. എന്നിട്ടും അവനെക്കുറിച്ചോർത്ത് അവൾ സങ്കടപ്പെട്ടു. ആത്മഹത്യക്കുറിപ്പൊന്നും എഴുതി വയ്ക്കാതെ പോയതുകൊണ്ട് പോലീസിന് തലവേദന കൂടുതലായിരുന്നു. അവർ എല്ലാ ദിവസവും വന്നു. അടുത്ത വീടുകളിലൊക്കെ അന്വേഷിക്കുന്നതിൻ്റെ ഭാഗമായി വിപിനൻ്റെ വാതിലിലും മുട്ടി. അയാൾ എന്തൊക്കെയാണ് ചോദിച്ചതെന്നറിയില്ല. പോലീസുകാർ വീട്ടുകാരിയോടും സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോഴാവണം വിപിനൻ രത്നമേഖലയെ വിളിച്ചത്. തുണി തിരുമ്പതിനടുത്ത് നിന്ന് അവൾ ഓടി വന്നു. വീടിനകത്ത് ഒരാളെ, അതും യൂണിഫോമിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അവളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. വെള്ളത്തുള്ളികൾ കറുപ്പടയാളങ്ങൾ പതിപ്പിച്ച തൻ്റെ വേഷം അവളെ ലജ്ജിപ്പിച്ചു. അലോഷിയെന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആ പോലീസുകാരൻ അവളോട് മരിച്ചുപോയ ചെറുപ്പക്കാരനെ കുറിച്ച് ചോദിച്ചു. സൗമ്യമായിരുന്നു അയാളുടെ ശബ്ദം. അവൾക്ക് എല്ലാത്തിനും അറിയില്ല എന്ന് മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കഴിഞ്ഞ 1 വർഷമായി പാതിയിൽ വെച്ച് നിർത്താൻ പോകുന്ന ജീവിതവുമായി തൻ്റെ വീടിനു മുന്നിലെ വഴിയിലൂടെ അവൻ എന്നും മുനിസിപ്പൽ സ്റ്റേഡിയത്തിലേക്ക് ഓടിപ്പോയിരുന്നു. ഒരിക്കലും കണ്ടില്ല, ഇനിയോട്ട് കാണുകയുമില്ല. ആ പോലീസുകാരൻ അകത്തെ മുറിയുടെ വാതിൽക്ക് ചെന്ന് അമ്മയെ കൂടി നോക്കി സഹതാപത്തോടെ വിപിനൻ്റെ തോളിൽ തട്ടി യാത്ര പറഞ്ഞിട്ടാണ് പോയത്. അയാൾ അങ്ങനെ 8 വീടുകളിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. അയാൾക്ക് വേണ്ട വിവരങ്ങൾ കുറച്ചെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം. തൻ്റെ കയ്യിൽ നിന്ന് മിക്ക ദിവസവും അവൻ പൂവ് വാങ്ങിയിരുന്നെന്ന് മരതകം രത്നമേഖലയോട് പറഞ്ഞു. തർക്കൊലയാണ്. കാതൽ തോൽവി. ഓഫീസിലെ കാതലിക്ക് കൊടുക്കാനായിരുന്നു ദിനം പൂ വാങ്ങിയിരുന്നത്. വൈകാതെ കല്യാണമുണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞിരുന്നു. രത്നമേഖലയെ പുറത്തു കണ്ട ഒരു സന്ധ്യയ്ക്ക് മരതകം വേലിക്കരിയിൽ വന്ന് മന്ത്രിച്ചു. താനിത് പോലീസുകാരോടൊന്നും പറഞ്ഞിട്ടില്ലെന്നും അവർ പറഞ്ഞു. നമുക്കെതുക്ക് അന്തവേല, ഏതോ പെണ്ണ് നിമ്മതിയായിരിക്കട്ടെ.
ഇവനെ പോയി വിട്ടു. ഇനി പോലീസ് ചെന്നന്വേഷിച്ച് അവളുടെ ജീവിതം കുട്ടിച്ചോറാക്കണ്ട എന്നാണ് മരുതകം വിചാരിക്കുന്നത്. പക്ഷേ ആ പെൺകുട്ടിയുടെ ഇനിയുള്ള ജീവിതം എത്ര ദുഃഖകരവും കുറ്റബോധം നിറഞ്ഞതുമായിരിക്കുമെന്നാണ് രത്നമേഖല ആലോചിച്ചത്. എന്തോ ചെറിയ പിണക്കത്തിൻ്റെ പേരിലായിരിക്കില്ലേ ആ പയ്യൻ ഇങ്ങനെ ചെയ്തു കളഞ്ഞത്. ആമാ, നീ വേറെ, മരുതക ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അവൾക്ക് എന്ത് കുറ്റബോധം? ഉയിരോടെ ഒരു മുത്തം തരാത്തവൾ മരിച്ചാൽ ഉടങ്കട്ട കയറുമെന്ന് ഞങ്ങൾക്കൊരു ചൊല്ലുണ്ട്. അവൾ നന്നായിരുന്നേൽ അവൻ തൂങ്ങുമോ? അവൾ പോയി വേറെ കല്യാണം കഴിക്കും. അവൻ്റെ അപ്പാവുക്കോ അമ്മാവുക്കോ പോയി എന്നെ കൊടുമേ. വേപ്പ് മരച്ചോട്ടിൽ കിടന്ന ഇരുമ്പു കട്ടിലിനടുത്ത് ഇരുട്ടിൽ പരിമള നിൽക്കുന്നുണ്ടായിരുന്നു. ബാലസമുദ്രത്തിൽ നിന്ന് അവളെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം മരതകം വിഭിന്നില്ലാത്ത അവസരങ്ങളിൽ രത്നമേഖലയോട് സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ മടിച്ചിട്ടാണെങ്കിലും വീടിനുള്ളിൽ കയറി വന്ന് അമ്മയെ കാണുക കൂടി ചെയ്തു. എന്ന വിനോദ നീ ഇപ്പടിയാച്ചേ എന്ന് പറഞ്ഞ് നെഞ്ചത്ത് തല്ലി ഉറക്കെ കരഞ്ഞപ്പോൾ വിഷമിച്ചു പോയത് രത്നമേഖലയാണ്. പക്ഷേ പരിമളവുമായി സംസാരിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അവൾ ഇനി തിരിച്ചു വരില്ലെന്നാണ് രത്നമേഖല കരുതിയിരുന്നത്. പരിമള പോയതിനു ശേഷം അടുത്ത വീട്ടിൽ എന്തെല്ലാമോ കോലാഹലങ്ങൾ നടന്നുവെന്ന് മനസ്സിലായിട്ടുണ്ട്. ഒരു രാത്രിയിൽ ആ വീട് ഒച്ചകൾ കൊണ്ട് പൊട്ടിത്തെറിച്ചു. എന്താണെന്നറിയാതെ രത്നമേഖല ഭയന്നു. ആർക്കോ എന്തോ അപകടം പറ്റിയെന്നായിരുന്നു അവൾ വിചാരിച്ചത്. വിപിനൻ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അയാൾ ശല്യമെന്ന് പിറുപ്പുറത്തുകൊണ്ട് ഭക്ഷണം തുടർന്നപ്പോൾ പുറത്തിറങ്ങി നോക്കാൻ പോലും രത്നമേഖലയ്ക്ക് ധൈര്യമില്ലാതെയായി. അടുത്ത ദിവസങ്ങളിൽ എപ്പോഴോ പൂങ്കൊടി തിരിച്ചു പോയതും അവൾ അറിഞ്ഞു. അതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും അറിയണമെങ്കിൽ പരിമളത്തോട് സംസാരിക്കണം. അവൾ വല്ലതും വാത്തുറന്ന് പറയുമോ എന്നും രത്നയ്ക്ക് അറിയില്ല. ഒന്നും അറിഞ്ഞില്ലെങ്കിലും സാരമില്ല, പരിമളം പുറത്തെവിടെയെങ്കിലും ഉണ്ടെന്ന് തന്നെ അത് തന്നെ ആശ്വാസമാണ്. അവൾ പോയപ്പോഴാണത് മനസ്സിലായത്. അധികം വൈകാതെ ഒരു ദിവസം ഉച്ചയ്ക്ക് പരിമള രത്നയെ തേടി വന്നപ്പോൾ അവൾ പക്ഷെ സംസാരിച്ചത് പക്കത്തെ വീട്ടിലെ ആ ചെറുപ്പക്കാരനെ പറ്റിയായിരുന്നു. എല്ലാ രാവിലെകളിലും ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ വീട്ടുവാസലിൽ വന്ന് മല്ലിയും കനകാപുരവും ഇടക്കലർത്തി കോർത്ത ഒരു മുഴം പൂവ് അയാൾ വാങ്ങിച്ചിരുന്നു. പലപ്പോഴും പരിമളമാണത് അളന്നു മുറിച്ച് കൊടുത്തിരുന്നത്. പ്രണയത്തോടെ സമ്മാനിക്കുന്ന ആ പൂവ് ചൂടാൻ പോകുന്ന പെൺകുട്ടിയോട് നേരിയ അസൂയ തോന്നുമായിരുന്നെങ്കിലും അവൾ എപ്പോഴും മാമിയാരറിയാതെ കൂടുതൽ പൂ അയാൾക്ക് കൊടുത്തിരുന്നു. അയാൾ പകരം സുന്ദരമായി ചിരിക്കും. പാവം, ആ ചിരിയടക്കം അയാൾ അഴുകിപ്പോയി. നിനക്കത് പോലീസിനോട് പറയാമായിരുന്നില്ലേ? അവൾ കാരണമാണ് അയാൾ മരിച്ചതെങ്കിൽ അവൾക്ക് ശിക്ഷ കിട്ടേണ്ടതല്ലേ? പറഞ്ഞില്ല. മാമിയാർ ജ്ഞാനശേഖരമാണ് പോലീസിനോട് മിണ്ടിയത്. പൂവിൻ്റെ കഥയൊന്നും മിണ്ടണ്ട എന്ന് അവർ രണ്ടുപേരെയും വിലക്കി. ചിലർക്ക് തെറ്റ് ചെയ്താലും ശിക്ഷകളൊന്നും കിട്ടില്ല രത്നം. അവർ എപ്പോഴും രക്ഷപ്പെട്ടുകൊണ്ടിരിക്കും, ഭാഗ്യം ചെയ്തവർ. പരിമളത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂവിയപ്പോൾ രത്നമേഖല അവളോട് ഒട്ടും വൈകാതെ തന്നെയും കാണാതാവാൻ പോവുകയാണെന്നും വീണ്ടും പോലീസ് കോളനിയിൽ എത്തുമെന്നും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. ഇത്തവണ നിന്നോടും അവർ ചോദിക്കും. അന്ന് വന്ന അതേ ആള്. നീ എന്താ എന്നെപ്പറ്റി പോലീസിനോട് പറയുക? പരിമളം അമ്പരന്നിരിക്കുമ്പോൾ രത്നമേഖല തന്നെ കാണാതാവുന്ന കഥ അവളോട് പറയാൻ തുടങ്ങി. തമാശയായി പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും ഇടയ്ക്കെപ്പോഴോ അവൾക്കതൊക്കെ യഥാർത്ഥമാണെന്നും തന്നെ ശരിക്കും കാണാതായിരിക്കുന്നുവെന്നും തോന്നാൻ തുടങ്ങി. താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥയിൽ നിന്നിറങ്ങിപ്പോകാനാവാതെ അവൾക്ക് ശ്വാസം മുട്ടി. രത്ന പറഞ്ഞ കഥ ഇങ്ങനെയായിരുന്നു. അലോഷി മുൻപിലിരിക്കുന്ന മനുഷ്യനെ ശ്രദ്ധയോടെ നോക്കിക്കൊണ്ടിരുന്നു. മൂന്നാമത്തെ തവണയാണ് അയാളെ കാണുന്നത്. 5 ദിവസം മുൻപ് ഒരു സന്ധ്യയ്ക്ക് അയാൾ ഓടിക്കിതച്ച് കയറി വരികയായിരുന്നു. അത്യാവശ്യമായി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് വരാന്തയിലെ ഡെസ്കിൽ പിടിച്ചു നിന്ന് കിടക്കുന്ന അയാളെ അലോഷി ശ്രദ്ധിച്ചത്. ആ വെപ്രാളവും പരവേശവും കണ്ട് അലോഷി അയാളെ മുറിയിലേക്ക് വിളിച്ച് ഇരിക്കാൻ കസേര കൊടുത്തു. ഏതാനും നിമിഷങ്ങൾ മിണ്ടാതിരുന്ന് കിതപ്പാറ്റിയതിനു ശേഷം അയാൾ ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മ എന്ന് മാത്രമായിരുന്നു. വീണ്ടും അയാൾക്ക് വാക്കുകൾ പറ്റി. അയാളുടെ അമ്മയ്ക്ക് എന്തോ ആപത്ത് പറ്റിയെന്നും അതിനെപ്പറ്റി പരാതിപ്പെടാനാണ് അയാൾ വന്നതെന്നും സ്വാഭാവികമായും അലോഷി ഉറപ്പിച്ചു. പക്ഷേ അയാൾ വ്യക്തമായി വല്ലതും പറഞ്ഞിട്ട് വേണമല്ലോ എന്തെങ്കിലും ചെയ്യാൻ. തീർത്തും സാധാരണക്കാരായ മനുഷ്യർ ഇപ്പോഴും പോലീസ് സ്റ്റേഷനെ കുറിച്ച് ഇത്തരത്തിലുള്ള ഭീതി വെച്ച് പുലർത്തുന്നുണ്ടല്ലോ എന്ന് അലോഷി ഉള്ളിലൂറിയ ചിരിയോടെ ഓർത്തു. ജനമൈത്രി എന്നൊക്കെ എത്ര പറഞ്ഞാലും പൊതുജനത്തിന് ഇപ്പോഴും ഒരു മൈത്രിയുമില്ലാത്ത സർക്കാർ ഓഫീസാണ് പോലീസ് സ്റ്റേഷൻ. കഴിയുന്നതും അതുമായുള്ള സമ്പർക്കം ഒഴിവാക്കാനാണ് അവർ ശ്രമിക്കുക. എന്തിനെങ്കിലുമായി വരേണ്ടി വന്നാൽ ഇത്തരം വെപ്രാളവും പരവേശവും. പിന്നെ അലോഷി സ്വയം തിരുത്തി. നല്ല കാര്യങ്ങൾക്കായി, സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതിനായി ഒരിക്കലും ആരും പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നില്ലല്ലോ. സ്വമേധയാ വരുന്നവരെല്ലാം പൊട്ടിത്തെറിക്കാൻ വെമ്പുന്ന ഏതോ ദുരന്തവും പേറിയാണ് ഇങ്ങോട്ട് കയറി വരുന്നത്. പിടിച്ചുകൊണ്ടുവരുന്നവരുടെ കഥ വേറെ. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരാൾ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ കയറിവാനിടയില്ല. എന്ത് പരാതി തരാമെന്തായാലും ബന്ധുക്കളോ അയൽക്കാരനോ ആരെങ്കിലും ഒരാൾ കൂടെയുണ്ടാവാനിടയുണ്ട്. അയാളുടെ കൂടെ ആരുമില്ലായിരുന്നുവെന്ന് കണ്ടിരുന്നെങ്കിലും ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കാനായി അലോഷി രാമദാസ് എന്ന കോൺസ്റ്റബിളിനെ പുറത്തേക്ക് അയച്ചു. ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയാം. ശ്വാസം മുട്ടി മിണ്ടാനാവാതെ ഇരിക്കുന്ന ഇയാളെ കഷ്ടപ്പെടുത്തേണ്ടതുമില്ല. ഏറ്റവും പ്രധാനം സമയമാണ്. ഇതൊരു കൗൺസിലിംഗ് സെഷനൊന്നുമല്ലല്ലോ. ആ മനുഷ്യൻ റിലാക്സ്ഡ് ആവുന്നതുവരെ കാത്തിരുന്നു. സാവകാശം കാര്യങ്ങൾ ചോദിച്ചറിയാൻ.
തിരക്കുള്ള പോലീസ് സ്റ്റേഷനാണ്. അതുമല്ല, അലോഷിക്ക് ഒരു പേഴ്സണൽ പ്രോഗ്രാമുമുണ്ട്. 7 മണിക്ക് വീട്ടിൽ ചെന്ന് സീലയെയും മക്കളെയും കൂട്ടി സീലയുടെ കസിൻ്റെ മോളുടെ പിറന്നാൾ പാർട്ടിക്ക് പോകണം. പോലീസ് ജീപ്പിൽ യൂണിഫോമിൽ തന്നെ പോകണം. തിരിച്ച് 9 മണിയോടെ വീണ്ടും സ്റ്റേഷനിൽ ഡ്യൂട്ടിക്ക് കയറുകയും വേണം. ആ 2 മണിക്കൂർ അലോഷി പെട്രോളിങ്ങിൻ്റെയോ മറ്റോ വകുപ്പിൽ പെടുത്തുകയേ ഉള്ളൂ. യൂണിഫോമിലുള്ള ഔട്ടിങ്ങുകൾ അങ്ങനെ മതി താനും. സീലയ്ക്ക് നിർബന്ധമാണ് പരമാവധി യൂണിഫോമിൽ തന്നെ ഭർത്താവിനെ എഴുന്നള്ളിച്ചുകൊണ്ട് നടക്കാനെന്ന് അലോഷിക്ക് തോന്നാറുണ്ട്. അവളുടെ കുടുംബത്തിലെ പരിപാടികളിൽ ഇങ്ങനെ പോലീസ് വേഷത്തിൽ ചെല്ലുന്നതിൽ അയാൾക്ക് ലജ്ജ തോന്നാതെയല്ല. പക്ഷേ സീല മൂർച്ചയുള്ള നോട്ടങ്ങൾ കൊണ്ട് അതല്ലാതെ നാലാളുടെ മുന്നിൽ കാണിക്കാൻ തനിക്ക് എന്തുണ്ട് എന്ന് വാക്കുകളില്ലാതെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അലോഷി കീഴടങ്ങിപ്പോവും. രാംദാസ് തിരിച്ചു വന്ന് അയാളുടെ കൂടെ മറ്റാരുമില്ലെന്ന് അറിയിച്ചതോടെ അലോഷി കർമ്മനിരതനായി. ഇനി സമയം കളയാനില്ല. സമയം 7 മണിയോട് അടുക്കുന്നു. അലോഷി തൻ്റെ മുന്നിലിരിക്കുന്ന മനുഷ്യന് ഒരു ഗ്ലാസ് വെള്ളം കൊടുത്ത് കുടിക്കാൻ ആവശ്യപ്പെട്ടു. അയാൾ അത് കുടിച്ചു തീർന്നതിന് മുമ്പ് തന്നെ ചോദ്യങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. ഇത്രയും മൈത്രിയേ ആവശ്യമുള്ളൂ. ഇനി നേരിട്ട് കാര്യത്തിലേക്ക് കടക്കണം. വിപിനൻ എന്നാണ് അയാളുടെ പേരെന്ന് വെള്ളം കുടിക്കുന്നതിനിടയിൽ അലോഷി അയാളെ കൊണ്ട് പറയിപ്പിച്ചു. ഇനി അറിയേണ്ടത് ബാക്കി കാര്യങ്ങളാണ്. അമ്മയ്ക്ക് എന്താണ് പറ്റിയത്? അമ്മയ്ക്ക് 10 വർഷം മുമ്പ് സ്ട്രോക്ക് വന്നതാണ്. അലോഷി ചിരിച്ചുപോയി. അതിന് ഇവിടെ ചികിത്സയില്ല. അതും 10 വർഷം പഴക്കമുള്ള പക്ഷാഘാതം. വിപിനൻ പോകേണ്ടത് ഏതെങ്കിലും ആശുപത്രിയിലേക്കാണ്. 10 വർഷം മുമ്പെന്നല്ലേ പറഞ്ഞത്? അവർക്കിപ്പോഴും എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇനി അയാൾ ശരിക്കും പോകേണ്ടത് വല്ല നാട്ടുവൈദ്യന്മാരുടെ അടുത്തുമാണ്. ഉഴിച്ചിലും പിഴിച്ചിലുമൊക്കെയായി അവർ ആ സ്ത്രീയെ ശരിപ്പെടുത്തിക്കൊള്ളും. പക്ഷേ അത്തരക്കാരെയൊന്നും ശുപാർശ ചെയ്യാൻ തൽക്കാലം ജനമൈത്രി പോലീസ് സ്റ്റേഷന് നിർവാഹമില്ല. അതാണോ നിങ്ങളുടെ പ്രശ്നം? അലോഷി ആഗ്രഹിച്ചില്ലെങ്കിലും ശബ്ദത്തിൽ നീരസം കലർന്നിരുന്നു. ഇനിയും വൈകിയാൽ ശരിയാവില്ല. കുടുംബാന്തരീക്ഷത്തിൻ്റെ മൈത്രി മുഴുവൻ ഇല്ലാതാവും. അയാളാണെങ്കിൽ വിക്കിയും വീർപ്പുമുട്ടിയും പിന്നെയും തടഞ്ഞു നിൽക്കുകയാണ്. വലിയ സീരിയസ് കേസൊന്നുമാണെന്ന് തോന്നുന്നില്ല. കേസ് തന്നെയുള്ള ലക്ഷണമില്ല. അലോഷി അയാളോട് സംസാരിക്കാൻ മനോജിനെ ചുമതല ഏൽപ്പിച്ചിട്ട് അവിടെ നിന്ന് പോയി. പിന്നെ രാത്രി 9:30 തിരിച്ചു വന്നിട്ടാണ് കാര്യങ്ങൾ തിരക്കിയത്. സാധാരണമായ മാൻ മിസ്സിംഗ് കേസ്. അയാളുടെ ഭാര്യയെ അന്ന് ഉച്ച മുതൽ കാണാതായിരിക്കുന്നു അത്രേ. ഉച്ചയ്ക്ക് അവൾ ടൗണിലേക്ക് പോയതിന് സാക്ഷികളുണ്ട്. അവളുടെ കയ്യിൽ ധാരാളം പണവും ഉണ്ടായിരുന്നു. വീട്ടിൽ അയാളുടെ കിടപ്പ് രോഗിയായ അമ്മ മാത്രമേയുള്ളൂ. അവരെ നോക്കിയിരുന്നത് ഈ കാണാതായ സ്ത്രീയായിരുന്നു. 33 വയസ്സ്. സംഭവം ഒളിച്ചോട്ടം തന്നെ. അല്ലാതെ എവിടെ പോകാൻ? പട്ടപ്പകലെ വീട്ടിൽ നിന്നിറങ്ങി സ്വന്തം ഇഷ്ടത്തിന് പോയ സ്ത്രീ. മനോജ് ചിരിച്ചു. പരാതിക്കാരൻ റെയിൽവേ ജോലിക്കാരനാണ്. കോളനിയിൽ വർഷങ്ങളായി താമസിക്കുന്നു. ഇന്ന് ജോലി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ വീട്ടിൽ വിളക്കു തെളിഞ്ഞിട്ടില്ല. വാതിൽ ചാരി കിടക്കുന്നു. അകത്ത് കയറി നോക്കുമ്പോൾ പാവം അമ്മ മൂത്രത്തിൽ കുതിർന്നും ഭയന്നു വിറച്ചും ഇരുട്ടത്ത് കിടക്കുന്നു. ഭാര്യ എപ്പോൾ പോയതാണെന്നോ തിരിച്ചു വരാത്തത് എന്തെന്നോ ഒന്നും മനസ്സിലായില്ല. ചിട്ടിക്ക് പൈസ അടയ്ക്കാൻ ഏൽപ്പിച്ചിരുന്നു. അലമാരിയിൽ ആ പണം കാണാനില്ല. അതുമെടുത്ത് അവൾ പോയിരിക്കുന്നു. അവളുടെ ഒരു ഫോട്ടോ പോലും അയാൾ കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും കേസ് ഫയൽ ചെയ്തു. ആശുപത്രികളിലേക്കും നൈറ്റ് പെട്രോളിങ്ങുകൾക്കുമൊക്കെ മെസ്സേജ് പാസ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ ലക്ഷണങ്ങൾ വെച്ച് നാളെ ഫോട്ടോയുമായി വരാൻ പറഞ്ഞിരിക്കുന്നു. FIR എഴുതിയിട്ടുണ്ട്. തുടരന്വേഷണങ്ങൾ നടത്തണം. പിറ്റേന്ന് രാവിലെ തന്നെ വീണ്ടും അലോഷി അയാളെ കണ്ടു. കല്യാണ ആൽബത്തിൽ നിന്നോ മറ്റോ പറിച്ചെടുത്ത ഒരു ഫോട്ടോയുമായി അയാൾ തലാ ദിവസത്തേക്കാളും വെപ്രാളപ്പെട്ട മുഖവുമായി സ്റ്റേഷനിലേക്ക് വന്നു. അലോഷി ആ ഫോട്ടോ വാങ്ങി നോക്കി. കുറേ പൂവും പൊന്നുമണിഞ്ഞ് ചുവപ്പ് പട്ടുസാരിയിൽ വാടി നിൽക്കുന്ന ഒരു മെലിഞ്ഞ പെൺരൂപം. പഴയ വിവാഹ ആൽബങ്ങളിൽ എല്ലാ വധുക്കൾക്കും ഒരേ മുഖമാണെന്ന് അലോഷിക്ക് തോന്നി. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഇയാളുടെ ഇന്നലെ കാണാതായ ഭാര്യയെ തെളിയിച്ചെടുക്കുക? ഇത് 10 വർഷമെങ്കിലും പഴയ ഫോട്ടോ ആയിരിക്കണം. ഇപ്പോൾ അവൾ എത്രയോ മാറിക്കാണും. മിനിമം 2 പ്രസവമെങ്കിലും ഇതിനകം കഴിഞ്ഞിട്ടുണ്ടാവാം. ഈ വാടി തളർന്ന പെൺകിടാവ് ഇപ്പോൾ വേരുറപ്പിച്ച് കൊടുങ്കാറ്റുകളെ പോലും ഭയപ്പെടാതെ തഴച്ചു വളർന്നു നിൽക്കുകയാവും. പുതിയ ഫോട്ടോ തരൂ. മനോജ് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ പതർച്ചയോടെ പുതിയതില്ല എന്ന് പറഞ്ഞു. അലോഷിയും മനോജും ഒരേപോലെ അത്ഭുതപ്പെട്ടു. ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലും എന്ന് മനോജ് എടുത്തു ചോദിച്ചതും അതുകൊണ്ടാണ്. ഇന്നത്തെ കാലത്ത് പഞ്ഞമില്ലാത്തത് ഫോട്ടോകൾക്ക് മാത്രമാണ്. സെൽഫികളും അല്ലാത്തതുമൊക്കെയായി അവ സുലഭമാണ് താനും. ഗാലറി നിറഞ്ഞ ഫോൺ ഹാങ് ആവുമ്പോൾ സീല അതൊക്കെ പൈൻഡ്രൈവിലാക്കി ഫോൺ ശുദ്ധീകരിക്കുന്നത് അലോഷി കാണാറുണ്ട്. പിന്നെയും അവ അതിവേഗം നിറയും. അപ്പോഴാണ് ഒരാൾ ഭാര്യയുടെ പുതിയ ഫോട്ടോ ഒന്നുമില്ല എന്ന് പറയുന്നത്. അവൾ അങ്ങനെയൊന്നും ചെയ്യാറില്ലായിരുന്നു സാർ. കയ്യിലെ ഫോണും പഴയതായിരുന്നു. ഫോട്ടോ എടുക്കുന്നത് എന്തോ വൃത്തികെട്ട കാര്യമാണെന്ന മട്ടിലാണ് വിപിനൻ എന്ന മനുഷ്യൻ അത് പറഞ്ഞത്. അലോഷിക്ക് ചിരി വന്നു. സ്മാർട്ട് ഫോണില്ലാത്ത, ഫോട്ടോ എടുക്കാൻ ഇഷ്ടമില്ലാത്ത പുണ്യചരിതയായ ഭാര്യയെ പക്ഷേ കാണാതായിരിക്കുന്നു. മോസ്റ്റ് പ്രോബബ്ലി അവൾ ആരുടെയെങ്കിലും കൂടെ ഓടിപ്പോവാനാണ് സാധ്യതയും. എൻ്റെ അമ്മ, അവരെ നോക്കാൻ എനിക്കറിയില്ല. എല്ലാം അവളാണ് ചെയ്തിരുന്നത്. പെട്ടെന്ന് അവളെ കണ്ടുപിടിച്ച് തരണം സാർ. ഇല്ലെങ്കിൽ എൻ്റെ അമ്മ. വിപിനൻ തല കുനിച്ച് വിതുമ്പി. അലോഷിക്ക് അരിശം വന്നു. അയാളുടെ ഭാര്യയെ ആരെങ്കിലും എടുത്ത് ഒളിപ്പിച്ചതാണോ പറയുമ്പോഴേക്ക് എടുത്തു കൊടുക്കാൻ? അവൾ പോയതാണ്. മിക്കവാറും സ്വന്തം ഇഷ്ടത്തിന് തന്നെ പോയതാണ്.
അന്നും പക്ഷേ കോടതിയിൽ പോവേണ്ടതുകൊണ്ട് അലോഷി മനോജിനോട് കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ച് പെട്ടെന്ന് പോവുകയായിരുന്നു. പിന്നെ ഇന്നാണ് വിപിനിൻ്റെ ക്വാർട്ടേഴ്സിൽ അന്വേഷണത്തിനായി എത്തുന്നത്. ഈ ദിവസങ്ങളിൽ സൈബർ സെല്ലിൻ്റെ സഹായം തേടിയിരുന്നു. സാധ്യമായ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. വലിയ കാര്യമുണ്ടാവില്ലെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ കാണാതെ പോയ സ്ത്രീയുടെ ആ പഴയ ഫോട്ടോ പല സ്ഥലങ്ങളിലേക്ക് ഷെയർ ചെയ്തിരുന്നു. ആശുപത്രികളിലും റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലുമൊക്കെ അന്വേഷണങ്ങൾ നടത്തി. സമീപ സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും സ്ത്രീകളുടെ അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടുകിട്ടിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കി. അവൾ പോയത് തന്നെ എന്ന് ഏതാണ്ട് കൺക്ലൂഷനിലെത്താനുള്ള എല്ലാ സൂചനകളും ഉണ്ടായിരുന്നു. അതായിരിക്കും സംഭവിച്ചിരിക്കുകയെന്ന് ഊഹിക്കാൻ സാമാന്യ ബോധം മതി താനും. ആ നിഗമനത്തിലേക്ക് അവർ പെട്ടെന്നെത്തി അതിൽ തന്നെ ഉറച്ചു നിന്നേനെ. പക്ഷേ ഇന്നലെ അവളുടെ ഫോണുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ സൈബർ സെല്ലിൽ നിന്ന് കിട്ടി. അവൾ പോയെന്ന് പറയുന്ന ദിവസം മുതൽ അത് സ്വിച്ച് ഓഫ് ആയിരുന്നു. ഇന്നലെ അത് ഉണർന്നിരിക്കുന്നു. ഹേമാംബിക നഗറാണ് ടവർ ലൊക്കേഷൻ. എന്നാൽ അതിൽ സന്തോഷിക്കാനൊന്നുമില്ല. അവൾ താമസിക്കുന്ന റെയിൽവേ കോളനിയുടെ അതേ ലൊക്കേഷൻ. ഒന്നുകിൽ അവൾ തിരിച്ചു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ അത്തരമൊരു സാധ്യത ആലോഷിയെ ചെറുതായി ഭയപ്പെടുത്തി. അതിനേക്കാളൊക്കെ പല മടങ്ങ് ആവേശഭരിതനാക്കുകയും ചെയ്തു. സാധാ ഒരു മാൻ മിസ്സിംഗ് കേസ് ക്രിമിനൽ കേസാവുകയാണ്. അലോഷിക്ക് അത് ഇഷ്ടമാണ്. മണത്ത് മണത്ത് ഒരു കൊലപാതകത്തിൻ്റെ അടരുകൾ അഴിച്ചെടുക്കണം. ഒരു ഭർത്താവിനെ സ്വന്തം ഭാര്യയെ കൊല്ലാൻ എന്തൊക്കെ കാരണങ്ങളാണ്? കൊല്ലാതിരിക്കാനാണ് യഥാർത്ഥത്തിൽ കാരണങ്ങൾ കുറവെന്ന് അലോഷി മനസ്സിലോർത്ത് ചിരിച്ചു. വിപിനെ കാണാൻ അയാളുടെ വീട്ടിലേക്ക് പോകും മുമ്പ് അലോഷി അയാളെക്കുറിച്ച് അന്വേഷണങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. സ്വന്തം ജോലി, ഒറ്റയ്ക്ക് മാത്രമുള്ള മദ്യപാനം, ഓവർ ടൈമുകളും ഒക്കെ എല്ലായ്പ്പോഴും ജോലി ചെയ്യുന്നതിലും സമ്പാദിക്കുന്നതിലും മാത്രമുള്ള ശ്രദ്ധ. കമ്മീഷൻ വിഭാഗത്തിലെ ജോലിയായതുകൊണ്ട് കിട്ടുന്നത്രയും പുറം വരുമാനവും അയാൾ ലജ്ജയില്ലാതെ വാങ്ങിക്കൂട്ടിയിരുന്നു. ക്ലാസ് 4 ജോലിക്കാരനാണെങ്കിലും അയാളുടെ കയ്യിൽ പൂത്ത കാശുണ്ടെന്ന് കൂടെ ജോലി ചെയ്തിരുന്നയാൾ അസൂയ മറച്ചുവെക്കാതെയാണ് അലോഷിയോട് പറഞ്ഞത്. ജോലി കഴിഞ്ഞാൽ വിപിനൻ വീടിന് പുറത്ത് ഇറങ്ങാറേയില്ല എന്നും വീടിനടുത്തോ ജോലിസ്ഥലത്തോ കാര്യമായ സുഹൃത്ത് ബന്ധങ്ങൾ പോലുമില്ല എന്നു മാത്രമല്ല, മിക്കവരോടും ചെറുതും വലുതുമായ പിണക്കങ്ങളുണ്ടെന്നും അലോഷിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആരോടും അടുപ്പമില്ലാത്ത മനസ്സടച്ചിട്ട ഒരാൾ. സ്വാഭാവികമായി അയാളുടെ ഭാര്യയും ഇങ്ങനെയൊക്കെ തന്നെയാവും. അവളെ അയാളുടെ സഹപ്രവർത്തകർ കണ്ടിട്ട് പോലുമില്ല. രഹസ്യങ്ങളുടെ രൂക്ഷഗന്ധം അതിൻ്റെ അഴുകലോടും എരിവോടും കൂടി അലോഷിയുടെ മൂക്കിലേക്ക് അടിച്ചു കയറി. ഇതത്ര ചെറിയ കളിയല്ല. അയാൾ മിക്കവാറും അവളെ കൊന്നുകളഞ്ഞതാവണം. 2 മുറികളുള്ള ആ ചെറിയ ക്വാർട്ടേഴ്സ് വിപിനെ പോലെ ഇരുണ്ടതും ഇടുങ്ങിയതുമായി അലോഷിക്ക് തോന്നി. വിപിനൻ തളർന്ന മുഖവുമായാണ് വാതിൽ തുറന്നു തന്നത്. അയാൾ ജോലിക്ക് പോയിട്ട് ദിവസങ്ങളായെന്നും അമ്മയെ നോക്കാൻ ആളില്ലാത്തതിനാൽ ഭാര്യ വരുന്നതുവരെ ലീവ് തുടരേണ്ടി വരുമെന്നും തനിക്ക് രോഗി പരിചരണത്തിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നും അയാൾ നിസ്സഹായതയോടെ പറഞ്ഞു. ആ സ്ത്രീ കിടക്കുന്ന മുറിക്കുള്ളിൽ ദുർഗന്ധമുണ്ടായിരുന്നു. അങ്ങോട്ട് ചെല്ലണമെന്നോ അവരെ കാണണമെന്നോ അലോഷി ആഗ്രഹിച്ചതേയില്ല. പകരം സഹായത്തിന് ആരെങ്കിലും വിളിച്ചു നിർത്തുന്നതാണ് നല്ലതെന്ന് സഹാനുഭൂതിയോടെ പറഞ്ഞു. ഒപ്പം ശബ്ദമില്ലാതെ അലോഷി കൂട്ടിച്ചേർത്തു, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. മിക്കവാറും അറസ്റ്റ് തന്നെ. ആരെങ്കിലും വീട്ടിലുണ്ടാവുന്നത് തന്നെയാണ് നല്ലത്. ബന്ധുക്കളോ ഹോം നേഴ്സോ ആരെങ്കിലും. അലോഷിക്ക് കസേരയിട്ട് കൊടുത്തതിന് ശേഷം വിപിനൻ ചോദിച്ചു, 5 ദിവസമായില്ലേ സാർ, ഇതുവരെ ഒന്നും അറിഞ്ഞില്ലല്ലോ. രത്നമേഖല വരാതെ ഒന്നും ശരിയാവില്ല. അവൾ നേഴ്സായിരുന്നു. അവൾ വന്നു കയറിയതിൻ്റെ പിറ്റേന്നാണ് എൻ്റെ അമ്മ. പിന്നെ ഇത്രയും വർഷവും അവൾ തന്നെയാണ് ഇവരെ നോക്കിയത്. അവൾക്ക് വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഉത്തരവാദിത്തമാണല്ലോ അത്. എന്നിട്ടിപ്പോൾ ഒന്നും പറയാതെ പോയിരിക്കുന്നു. എൻ്റെ കാശും എടുത്തുകൊണ്ട് ആ പിശാച്. പക്ഷേ അതൊക്കെ ഞാൻ ക്ഷമിക്കാം. എൻ്റെ അമ്മയെ നോക്കാൻ ആൾ വേണമല്ലോ. അലോഷി പല്ലു ഞെരിച്ചു. ഇയാളൊരു സഹാനുഭൂതി അർഹിക്കുന്നില്ല. ഭാര്യയല്ല, വീട്ടിലെ ശമ്പളക്കാരിയാണ് പോയതെങ്കിൽ ഇയാൾക്ക് ഇങ്ങനെ അധികാരത്തോടെ പറയാൻ കഴിയുമോ? ഇല്ല, പോയത് അയാളുടെ അടിമയാണ്, കൂലിയില്ലാത്ത പണിക്കാരി. സാർ, മറ്റൊന്ന്, ആ ബോധമില്ലാത്തവൾ അവളുടെ ഫോൺ എടുക്കാതെയാണ് പോയത്. അത് അലമാരയിലും ഉണ്ടായിരുന്നു. ബാറ്ററി തീർന്ന് ചത്തിരിക്കുകയായിരുന്നു. ഇന്നലെ അമ്മയുടെ മരുന്ന് തപ്പുമ്പോഴാണ് കണ്ടത്. ഞാൻ ചാർജ് ചെയ്ത് വച്ചിട്ടുണ്ട്. ചോദിക്കാനിരിക്കുന്നത് കൂടി മുൻകൂട്ടി മറുപടി പറയുകയാണോ വിപിനെന്ന് അലോഷി സംശയിച്ചു. പഴുതുകൾ ആദ്യമേ അടച്ചു വയ്ക്കുന്നു. അവളെ കൊന്ന് കുഴിച്ചു മൂടി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ദുഷ്ടൻ 4-5 ദിവസത്തിന് ശേഷം അത് ഓൺ ചെയ്ത് നോക്കുന്നു. ബാറ്ററി തീർന്ന് ചത്തതാണെന്ന ന്യായീകരണവും. ആ ഫോണിനെ സംബന്ധിച്ച എല്ലാ രഹസ്യങ്ങളും തനിക്ക് സൈബർ സെല്ലിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പഴയ മോഡൽ ഒരു നോക്കിയ. അവളുടെ കല്യാണ സമയത്ത് എങ്ങാനും വാങ്ങിയതായിരിക്കും. അതിലേക്ക് കോളുകളും മെസ്സേജുകളും ഒക്കെ വളരെ കുറച്ച് മാത്രമേ വരാറുള്ളൂ. കൂടുതലും പരസ്യവിളികളും സന്ദേശങ്ങളും. വിളിക്കുന്ന മിക്കവാറും ഏതാനും സെക്കൻഡുകൾ മാത്രമൊക്കെ ദൈർഘ്യമുള്ള കോളുകൾ. മിക്കതും വിപിനിൻ്റെ നമ്പറിലേക്ക് തന്നെ. പാല് വാങ്ങണമെന്നോ മരുന്ന് തീർന്നെന്നോ ഒക്കെ പറയാനുള്ള വിളികളാവണം. ഈ സ്ത്രീ അവളുടെ ബന്ധങ്ങളും ഭൂതകാലവുമൊക്കെ ഒന്നിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞിട്ടായിരിക്കുമോ ഗുഹ പോലുള്ള ഈ ക്വാർട്ടേഴ്സിലേക്ക് വന്നത്? എന്തായാലും അവൾക്ക് എന്തെങ്കിലും രഹസ്യബന്ധങ്ങളോ ഒരു ജാരനോ ഉണ്ടെങ്കിൽ തന്നെ അതൊന്നും അവളുടെ ഫോണിൽ നിന്ന് കണ്ടെത്താനാവില്ല. മറ്റൊരു രഹസ്യ ഫോൺ അവൾക്കുണ്ടായിരുന്നോ എന്ന് അറിയുകയുമില്ല.
അലോഷി വിപിനെ കർശനമായി തന്നെ ചോദ്യം ചെയ്തു. അവൾ കൊണ്ടുപോയി എന്ന് അയാൾ ആരോപിക്കുന്നത് അത്ര കനത്ത തുകയൊന്നുമല്ല, 15,000 രൂപ മാത്രം. അത് ചിട്ടിയടവിനായി അവളെ ഏൽപ്പിച്ചിരുന്നതാണ്. വിപിനെ സമയം കിട്ടാത്ത ചില മാസങ്ങളിൽ അവൾ അങ്ങനെ ഓടിപ്പോയി അടച്ചിട്ട് വരാറുണ്ട്. അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് തന്നെ. വളരെ കുറച്ച് സമയം. അത്രയും സമയം നേരം അടുത്ത വീട്ടിൽ ആരെങ്കിലും വിളിച്ചു നിർത്തിക്കൂടെ എന്ന് അലോഷി ചോദിച്ചു. എന്തിനാണ് രോഗിയെ ഒറ്റയ്ക്കാക്കി പോകുന്നത്? കുറച്ച് സമയത്തേക്കായാലും അത് റിസ്ക് അല്ലേ? അതും തൊട്ടുള്ള വീടുകളുള്ള ഒരു കോളനിയിൽ സഹായത്തിന് ആളെ കിട്ടാതിരിക്കുമോ? അയൽക്കാരൊന്നും ശരിയല്ല സാറേ. ഒറ്റയെണ്ണത്തിനെ വിശ്വസിക്കാൻ വയ്യ. ആരോടും അടുപ്പം വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിപിനെ പറഞ്ഞപ്പോൾ അലോഷി അത്ഭുതപ്പെട്ടു. ഇത്രയും തൊട്ടുള്ള വീടുകൾ, അവരോട് മിണ്ടാതെയും സഹകരണമില്ലാതെയും എങ്ങനെ ജീവിക്കാനാണ്? അത് തന്നെയാണ് പ്രശ്നമെന്നും വല്ലാതെ അടുത്ത് താമസിക്കുമ്പോൾ വഴക്കുകൾക്കും പിണക്കങ്ങൾക്കും കാരണമുണ്ടായിക്കൊണ്ടിരിക്കുമെന്നും വിപിനൻ മന്ത്രിച്ചു. ജീവിതത്തിൽ അങ്ങനെയല്ലേ സാറേ? അടുത്തിരിക്കുമ്പോൾ വഴക്കുകൾക്ക് എന്തുമാത്രം കാരണങ്ങളാണ്. അയാൾ ദീർഘമായി നിശ്വസിച്ചു. അങ്ങനെ വഴക്കുകൾക്കൊടുവിൽ നീ നിന്റെ ഭാര്യയെ തട്ടിക്കളഞ്ഞു അല്ലേ എന്ന ചോദ്യം അലോഷി പുറത്തേക്ക് വരാതെ നിയന്ത്രിച്ചു. ആയിട്ടില്ല, കുറച്ചുകൂടി സമയം വേണം. ചില വിവരങ്ങൾ കൂടി ഇയാളുടെ വായിൽ നിന്ന് വീണു കിട്ടണം. ഏതാണ്ട് അരമണിക്കൂറോളം അലോഷി വിപിനെ ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലാണെന്ന് അയാൾക്ക് തോന്നാത്ത വിധത്തിൽ സംസാരിക്കുകയായിരുന്നു. പലപ്പോഴും നിയന്ത്രണം വിട്ടുപോയി അലോഷിക്ക്. ഒരുപാട് മുൻവിധികളുള്ള, താൻ മാത്രം ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു മെയിൽ ഷോവനിസ്റ്റാണ് വിപിൻ എന്ന് മനസ്സിലായെങ്കിലും അയാളെ ഒരു കൊലയാളിയാക്കാനുള്ള സൂചനകളൊന്നും അലോഷിക്ക് ലഭിച്ചതേയില്ല. അയാൾ ആ സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് അയാളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരുന്നു. എന്നിട്ടും ഒരാവശ്യവുമില്ലാതെ വിപിനൻ അത് തന്നെ മതിയെന്ന് നിർബന്ധം പിടിച്ചു. അപരിചിതമായ വീടുകളിൽ ചെന്ന് തുളച്ചു കയറുന്ന ഒരുപാട് നോട്ടങ്ങൾക്ക് മുന്നിൽ തൊലി പൊളിക്കപ്പെട്ടതുപോലെ ഇരിക്കേണ്ടി വരുന്നത് അയാളെ ഭയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ടാണ് അയാൾ ആ ആദ്യത്തെ പെണ്ണിനെ തന്നെ മതിയെന്ന് തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാർ ജോലിയുള്ള മകന് കുറച്ചുകൂടി സാമ്പത്തിക ശേഷിയുള്ള വീട്ടിൽ നിന്നൊരു വധുവിനെയാണ് അമ്മ ആഗ്രഹിച്ചത്. അവൻ്റെ കുറവുകളെല്ലാം നികത്താൻ വന്നു കയറുന്നവൾക്ക് കഴിയണം. കഷ്ടകാലത്തിന് അവൾ നേഴ്സിംഗ് പഠിച്ചതും അമ്മയ്ക്ക് ഇഷ്ടമായില്ല. ജോലിയുള്ള പെൺകുട്ടിയെയാണ് വിപിനെ കല്യാണം കഴിക്കുന്നതെങ്കിൽ അവൾ ടീച്ചറായിക്കോട്ടെ എന്നായിരുന്നു അവരുടെ തീരുമാനം. പക്ഷേ രത്നമേഖല വിപിനൻ്റെ വധുവായി വന്നു. അതിൻ്റെ പിറ്റേന്ന് അവർ എന്നേക്കുമായി ഓർമ്മകളുടെ ഇഷ്ടാനിഷ്ടങ്ങളുടെ ലോകത്തു നിന്ന് ഒരു ചിരവത്തുമ്പിലേക്ക് തലകുത്തി വീഴുകയും ചെയ്തു. രത്നമേഖല വലതുകാല് വെച്ച് കയറി വന്നതിൻ്റെ പിറ്റേ ദിവസം സംഭവിച്ച ദുരന്തം അവളുടെ ജാതകദോഷമാണെന്ന് തന്നെ വിപിനൻ വിശ്വസിച്ചു. അതിൻ്റെ പരിഹാരക്രിയ അവൾ തന്നെ ചെയ്യണം. 10 വർഷമായി അവളത് ചെയ്യുന്നു. അവൾ നേഴ്സാണെന്നതായിരുന്നു അമ്മയ്ക്ക് ഏറ്റവും വെറുപ്പ്. പക്ഷേ അത് തന്നെ അവൾക്ക് ഏറ്റവും ഉപകാരപ്പെട്ടുവെന്നും ഒരു കപ്പുണ്ണു പോലും വരാതെ അവൾ എൻ്റെ അമ്മയെ നോക്കിയെന്നും പറയുമ്പോൾ പോലും വിപിനൻ്റെ കണ്ണുകളിൽ അലിവില്ലെന്ന് കണ്ടപ്പോൾ അലോഷിക്ക് അവൾ തിരിച്ചു വരികയേ വേണ്ടെന്ന് തോന്നിപ്പോയി. നിങ്ങളുടെ ഭാര്യ 10 വർഷമായി എന്ന് വെച്ചാൽ അവളുടെ വിവാഹം കഴിഞ്ഞ് ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ അമ്മയുടെ ഹോം നേഴ്സും നിങ്ങളുടെ ഹോം മെയ്ഡുമാണ്. ഈ വർഷങ്ങൾക്കിടയിൽ അവളൊരു രാത്രി പോലും ഈ ക്വാർട്ടേഴ്സ് വിട്ടു നിന്നിട്ടില്ല. നിങ്ങളൊന്നിച്ച് ഒരു സിനിമയ്ക്ക് പോലും പോയിട്ടുമില്ല. അമ്മയെ ഇട്ടിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കല്യാണങ്ങൾക്കോ മരണങ്ങൾക്കോ ഒന്നും അവൾ പൊതുവെ പോവാറില്ലായിരുന്നു. അവൾക്ക് അടുത്ത ബന്ധുക്കളില്ല, കൂട്ടുകാരില്ല. അയൽവക്ക ബന്ധങ്ങൾ പോലും നിങ്ങൾ വിലക്കുകയും ചെയ്തു. തൊഴിൽ സാധ്യതയുള്ള ഒരു കോഴ്സ് പഠിച്ചുവെങ്കിലും അവളെ ജോലിക്ക് വിടാൻ തയ്യാറായിരുന്നില്ല നിങ്ങൾ. സ്വന്തം വരുമാനവുമില്ല. നിങ്ങൾ പറഞ്ഞത് അവൾ ഇതുവരെ പ്രസവിച്ചിട്ടില്ലെന്നാണ്. ചുരുക്കത്തിൽ 33 വയസ്സുള്ള ആ സ്ത്രീക്ക് നിങ്ങളെ വിട്ട് ഒളിച്ചോടിപ്പോവാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിലവിലുണ്ട്. അയാളുടെ ഉള്ള സംഭാഷണങ്ങൾക്കൊടുവിൽ അലോഷിക്ക് അത്രയും പറയാതിരിക്കാനായില്ല. അതിൽ ക്രൂരതയുണ്ടെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ താനത് പറയരുതെന്നും അലോഷിക്ക് തോന്നിയതുമില്ല. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ വെള്ളം തൊടാതെ വിഴുങ്ങിയെന്ന് വിചാരിക്കരുത്. ഫോണിനെ കുറിച്ച് പറഞ്ഞത് പ്രത്യേകിച്ചും. അവൾ സ്വന്തം ഇഷ്ടത്തിന് പോയതാണെങ്കിൽ ഫോൺ കൊണ്ടുപോകാതിരിക്കുമോ? അവളുടെ കയ്യിൽ പണമുണ്ടല്ലോ. പുതിയതൊന്ന് വാങ്ങാമെന്ന് കരുതി കാണും. പിശാച്ച്. പക്ഷേ അതൊക്കെ ഞാൻ ക്ഷമിക്കും സാറേ. എൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവളൊന്ന് തിരിച്ചു വന്ന് കിട്ടിയാൽ മതി. വീണ്ടും കാണേണ്ടി വരുമെന്നും വിളിക്കുമ്പോൾ സ്റ്റേഷനിലെത്തിക്കൊള്ളണമെന്നും ഒട്ടും സൗഹാർദ്ദത്തോടെയല്ലാതെ താക്കീത് ചെയ്ത് അലോഷി ഇറങ്ങി. വിപിനൻ വാതിലടയ്ക്കാനായി പുറകെ വന്നു. ഷൂസിടാൻ കുനിയുന്നതിനിടയിൽ അലോഷി അയാളോട് ഹോം നേഴ്സിനെയോ ബന്ധുക്കളെയോ ആരെങ്കിലും വിളിച്ചു നിർത്താതാവും നല്ലതെന്ന് വീണ്ടും ഉപദേശിച്ചു. അയാളുടെ ഭാര്യയെ ഓടിപ്പോയി കണ്ടുപിടിച്ചു തരാനൊന്നും പറ്റിയെന്ന് വരില്ല. കണ്ടുപിടിച്ചാൽ തന്നെ അവൾ തിരിച്ചു വരണമെന്നുമില്ല. കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന സ്ത്രീകളെ പിടികൂടാൻ വകുപ്പുകളുണ്ട്. പക്ഷേ അമ്മയെ ഉപേക്ഷിച്ചു പോയതിന് അവളെ ശിക്ഷിക്കാൻ വകുപ്പുകളൊന്നും താൽക്കാലികമില്ല. അവൾ തിരികെ വരുന്നില്ലെന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന് തന്നെ. ഇത്രയും നിഷ്കളങ്ക ഭാവത്തിൽ നിങ്ങൾ നിൽക്കുന്ന വിപിനൻ ഏതോ കലഹത്തിനൊടുവിൽ അവളെ കൊന്നുകളഞ്ഞിരിക്കുമോ എന്ന സംശയവും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട്.
തൊട്ടു ചേർന്ന ക്വാർട്ടേഴ്സിൻ്റെ മുറ്റത്തിട്ട കട്ടിലിൽ എന്തോ ചിക്കിക്കൊണ്ടിരുന്ന മെലിഞ്ഞ സ്ത്രീ അലോഷിയെ കണ്ട് എന്തോ പറയാനാഞ്ഞു. പിന്നെ വാതിൽക്കൽ വിഭിന്ന കണ്ടാവാം അവൾ വീണ്ടും ചിക്കി പരത്തലിലേക്ക് മുഖം താഴ്ത്തി. പക്ഷേ രണ്ട് വീടുകളുടെയും ഇടയിലുണ്ടായിരുന്ന വേപ്പിൻ്റെ തണലിൽ വെച്ചിരുന്ന വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വേളയിൽ അലോഷി അവളെ അടുത്തേക്ക് വിളിച്ചു. വിപിനൻ അപ്പോഴേക്കും വാതിൽ വലിച്ചടിച്ച് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു. കഥ അത്രയും എത്തിയപ്പോൾ പരിമളം ഒച്ചയിട്ടു. പോതും രത്നം, നിർത്തിട്. എന്നാലേ താങ്ക മുടിയല്ലേ പ്ലീസ്. രത്നമേഖല പരിമളത്തിൻ്റെ തോളത്ത് കൈവച്ച് അവളുടെ ദേഹം മുലച്ചുകൊണ്ട് ഉറക്കെ ചോദിച്ചു. പരിമളം, നീ എന്താ എന്നെപ്പറ്റി പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ അയാൾ എന്നെ കണ്ടുപിടിക്കുമെന്ന്? ഞാൻ ശരിക്കും എവിടേക്കാണ് പോയത്? നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? പരിമളത്തിന് കരച്ചിൽ വന്നു. രത്നയുടെ കണ്ണുകളും മുഖവും ചുവന്നു തുടുത്തിരുന്നു. അവൾ വേറെ ഏതോ ലോകത്തിലാണെന്ന് പരിമളത്തിന് തോന്നി. തിരിച്ചു വരാൻ ഇഷ്ടമില്ലാതെ എവിടേക്ക് അവൾ അലയുകയാണ്. ജ്ഞാനശേഖർ ഉണരുന്ന സമയമായതുകൊണ്ട് പരിമളത്തിന് വീട്ടിലേക്ക് പോകണം. പിന്നിലെ വാതിൽ കടന്ന് അവൾ ഇറങ്ങിപ്പോകുന്നത് ശൂന്യമായ മിഴികളോടെ നോക്കിയിരിക്കുന്ന രത്നം പിറുപിറുക്കുന്നത് പരിമളം കേട്ടു. നീ എന്തിനാണ് എന്നെ തടഞ്ഞത്? മുഴുവൻ പറയാൻ സമ്മതിച്ചില്ല. ഇവിടെയല്ലെന്നും എവിടെയോ ഒളിച്ചിരിക്കുകയാണെന്നും ഓർക്കുന്നത് എത്ര രസമായിരുന്നു. കഥ തുടരും.